ഹലോ ഹലോ വിവോൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ലെറ്റ് സ്റ്റാർട്ട് അവർ സെഷൻ. നമുക്ക് തുടങ്ങല്ലേ? റെഡിയാണോ എല്ലാവരും? പ്രൊഫഷണൽ ട്രെയിനർ ആകാനുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ സ്റ്റെപ്സ് ടു ബിക്കം എ പ്രൊഫഷണൽ ട്രെയിനർ. ആർ യു റെഡി? നിങ്ങളെല്ലാവരും ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ റെഡിയാണോ? ഗുഡ് ഈവനിങ്, സബി സർ ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ സാർ. ഓക്കെ സർ. ഓക്കെ, ഗുഡ്. ഓക്കെ, വളരെയധികം സന്തോഷം നിങ്ങളെല്ലാവരും ഈ ഒരു വെബിനാറിലേക്ക് എത്തിച്ചേർന്നതിൽ. പ്രൊഫഷണൽ ട്രെയിനർ ആവുക എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ താലോലിച്ച് നടക്കുന്നവരോ അതല്ലെങ്കിൽ കുറച്ചൊക്കെ ട്രെയിനിങ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് പ്രൊഫഷണൽ ആകണം എന്നാഗ്രഹിക്കുന്നവരും ഒക്കെ ആയിരിക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവുക. ഇനി അതേപോലെ തന്നെ ട്രെയിനിങ് ഒക്കെ നന്നായിട്ട് കഴിഞ്ഞ് ബാച്ചുകളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ടാകും. അപ്പോ പ്രൊഫഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ എന്തായിരിക്കും? പ്രൊഫഷണൽ എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ട്രെയിനർ അതല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, അങ്ങനെ തുടങ്ങി ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്ന ട്രെയിനർ എന്ന് പറയുന്നു, പിന്നെ ഒരു പ്രൊഫഷണൽ ട്രെയിനർ എന്ന് പറയുന്നു. എന്താണ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അതിലൂടെ നമ്മൾ ഓരോരുത്തരും അർത്ഥമാക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ ഒന്ന് ആലോചിക്കുക, നമ്മളൊരു വീട് പണിയാൻ പോകുന്ന സമയത്ത് പലപ്പോഴും അല്ലെങ്കിൽ വീട് പണിയുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോഴോ അങ്ങനെ തുടങ്ങിയ എവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അവര് ഒരു പ്രൊഫഷണൽ വേയിലാണ് അവർ ചെയ്യുക എന്ന് നമ്മൾ സാധാരണ, നിങ്ങൾ അങ്ങനെ പറയാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലൊക്കെ അങ്ങനെ പറയാറുണ്ടോ? പ്രൊഫഷണൽ, അവര് നല്ലൊരു പ്രൊഫഷണൽ വേയിലാണ് അത് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടോ? നിങ്ങൾ പറയാറുണ്ടോ അങ്ങനെ? ആരെങ്കിലൊക്കെ പറയാറുണ്ടോ? അല്ലെങ്കിൽ ഞാൻ മാത്രമാണോ പറയുന്നത്? പറയാറുണ്ടോ ആരെങ്കിലും? എന്തായിരിക്കും ആ ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അർത്ഥാക്കുന്നത്? നമ്മൾ അതിന്റെ പിന്നെ എന്താ പറയാ, ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി നൽകിയ ഡിഫിനിഷൻ ഒന്നും നമ്മൾ തീരുമാനിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഒരു പ്രൊഫഷണൽ വേ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തായിരുന്നു സാറേ? വിലമതിക്കുന്നത്. ഓക്കെ, വിലമതിക്കുന്നത് എന്നുള്ളതാണ് റയാൻ സാർ പറയുന്നത്. ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലമതിക്കുന്നത്. ഓക്കെ, വേറെ ആർക്കാ പറയാനുള്ളത്? ഒരു ഗ്രേഡ് ഉള്ളത്, ഒരു ഗ്രേഡ് ഉണ്ടാവും. ഓക്കെ, ഒരു ഗ്രേഡ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും അവർ ചെയ്യണ സമയത്ത്. നിലവാരം. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു കാര്യത്തില് ഏതിലാണോ ആ കാര്യത്തിൽ അത്രയും വൈദഗ്ധ്യം നേടിയ ആള്, ഏതാണോ ചൂസ് ചെയ്തത് അതിൽ അത്രയും വൈദഗ്ധ്യം കാര്യങ്ങൾ മൊത്തം നന്നായിട്ട് പഠിച്ച ഒരു വ്യക്തി. ഓക്കെ, താങ്ക് യു എവരിവൺ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും റെസ്പോൺസിന് വളരെ സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞതെല്ലാം കൃത്യവും ആണ്. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത് എന്നാണ് അതിന്റെ നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ഓരോരുത്തരും പറഞ്ഞ ഒരു കാര്യം ഓരോരുത്തരും പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു സ്റ്റാൻഡേർഡ് ആണ്, അതല്ലെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള വേ ഉണ്ടാകും. ആ രീതിയിലായിരിക്കും അവര് മനോഹരമായിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പ്രൊഫഷണൽ ട്രെയിനർ എന്ന് പറയുമ്പോഴും അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ അവിടെ പോയിട്ട് എങ്ങനെയാണോ ട്രെയിനിങ് എടുക്കേണ്ടത്, അതല്ലെങ്കിൽ അവരെങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, അത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രെയിനിങ് എടുക്കാൻ സാധിക്കുക. അപ്പോഴാണ് നമുക്ക് ഒരു പ്രൊഫഷണൽ വേ എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകും. അതിപ്പോ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നതിൽ മാത്രമല്ല കേട്ടോ. പ്രൊഫഷണൽ ട്രെയിനർ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ പോയിട്ട് ആ ഒരു കാര്യം അവിടെ
പോയിട്ട് പ്രസന്റ് ചെയ്ത് ട്രെയിനിങ് എടുത്ത് തിരിച്ചു വരുന്നതിന്റെ ഇടയിൽ നമ്മളുടെ സമീപനം ഒരു പ്രൊഫഷണൽ വേ ആയിരിക്കും. നമ്മളുടെ സംസാരം അല്ലെ, അവരോടുള്ള ഒരു അപ്രോച്ച്, നമ്മളുടെ ഒരു ഫ്ലെക്സിബിലിറ്റി, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ടോ ഇതൊക്കെ പ്രൊഫഷണൽ ആയിരിക്കണം. നമ്മൾ അയക്കുന്ന പോസ്റ്റർ ആവട്ടെ, നമ്മളുടെ ഇൻവിറ്റേഷൻ ആകട്ടെ, നമ്മളവിടെ പോകുന്നതാവട്ടെ, നമ്മളുടെ ഡ്രസ് ആവട്ടെ, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ നമുക്ക് പ്രൊഫഷണൽ ആക്കാൻ പറ്റുമോ അതെല്ലാം നമുക്ക് എന്താണ് പ്രൊഫഷണൽ ആക്കാം. ഒരു സ്റ്റാൻഡേർഡ് നമുക്ക്, ഒരു നിലവാരം നമുക്ക് കീപ്പ് ചെയ്യാൻ, അതല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അതിന്റെ വഴിയെ തന്നെ നമുക്ക് അതിനെ അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്കൊരു പ്രൊഫഷണൽ ട്രെയിനർ ആകാൻ സാധിക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതായിരിക്കും ഇന്ന് നമ്മൾ ഒരു കുറഞ്ഞ സമയത്തിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതിൽ എന്നെ അറിയുന്നവരും ഉണ്ടാകും, അതേപോലെ തന്നെ അറിയാത്തവരും ഉണ്ടാകും. അപ്പൊ എൻ്റെ പേര് ഫൈസൽ എന്നാണ്. ഫൈസൽ CA, നാട്ടിലെ തൃശ്ശൂരാണ് സ്വദേശം. ചന്ദ്രാപിന്നി എന്ന് പറയുന്നതാണ് പ്രോപ്പർ പ്ലേസ്. ഞാൻ വിംബിൾ അക്കാദമിയുടെ ഫൗണ്ടറാണ്. അതേപോലെ തന്നെ MSc സൈക്കോളജി കഴിഞ്ഞു. MA ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഇപ്പോൾ പെർസ്യൂയിങ് ആണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. സ്പെഷ്യലി സ്കൂളുകൾ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിന്, പാരൻസിനൊക്കെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ അക്കാദമിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ അക്കാദമി തൃശ്ശൂർ തന്നെയാണ് പിന്നെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ സൈക്കോളജി റിലേറ്റഡ് കോഴ്സുകളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഗ്രൂപ്പിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ ഒരു ട്രെയിനർ എന്നുള്ള രൂപത്തിൽ ഒരു പരിവർത്തനം ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള സ്കൂളുകളിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു ട്രെയിനർ ആയത്? എൻ്റെ ഒപ്പം സൈക്കോളജി ചെയ്ത, PG ചെയ്ത പല ആളുകളും പലപ്പോഴും എന്നേക്കാൾ കൂടുതൽ മാർക്കുള്ളവർ പോലും അവർക്ക് എവിടെയെങ്കിലും ഒരു സദസ്സ് കിട്ടിക്കഴിഞ്ഞാലോ, ഒരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാലോ, അവർക്ക് അവരുടെ ഒരു പൊട്ടൻഷ്യലിനെ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനോ, പുറത്തേക്ക് വരാനോ, ഒരു കൃത്യമായിട്ടുള്ള വഴിയിലേക്ക് നീങ്ങാനോ അവർക്ക് പറ്റാതെ പലരും സ്റ്റക്കായി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ട്രെയിനിങ് സ്കില്ലുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ PG പഠനം കഴിയുന്നതിന് മുമ്പേ തന്നെ, PG പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നതിന് മുമ്പേ തന്നെ ഞാൻ പല സ്ഥലങ്ങളിലും പോയി ട്രെയിനിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു സാധനം, നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരാം. നിങ്ങൾ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വീഡിയോയിൽ വരണം കേട്ടോ. കഴിയുന്നവരുണ്ടെങ്കിൽ വീഡിയോയിൽ വരാം. അതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യാട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരാണ്. ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗസ്റ്റ് വരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ വീട്ടിലുള്ളത് ഒരു നാരങ്ങയാണ്, ചെറുനാരങ്ങ അല്ലെ? ചെറുനാരങ്ങ കണ്ടിട്ടുണ്ടോ നിങ്ങളെ നാട്ടിലെ ചെറുനാരങ്ങ തന്നെയല്ലേ പറയാ? അപ്പൊ ഈ ചെറുനാരങ്ങ എന്താ ചെയ്യാ നമ്മള്? ചെറുനാരങ്ങ അങ്ങനെ തന്നെ എടുത്തിട്ട് കൊടുക്കുവോ അയാൾക്ക്? ഈ ഗസ്റ്റിന് വന്നിട്ട് എന്താ ചെയ്യാ നമ്മൾ? ഈ ചെറുനാരങ്ങ എന്ത് ചെയ്യും? ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങയാണ് ഫ്രിഡ്ജ് തുറന്ന സമയത്ത് ഒന്നോ രണ്ടോ ചെറുനാരങ്ങ ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഈ ചെറുനാരങ്ങ എടുക്കും അല്ലെ? ചെറുനാരങ്ങ എടുത്ത് പിഴിഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ എടുത്ത് പിഴിഞ്ഞ്, പിന്നെ അതിനെന്ത് ചെയ്യാം? ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് മധുരം ഒഴിച്ച്, പിന്നെ അതിൽ എന്തെങ്കിലും അല്ലെ, ചില ആളുകൾ ചില മിന്റോ മറ്റൊക്കെ ഇടുന്നത് കാണാം. എന്നിട്ട് എന്ത് ചെയ്യും? കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് മിക്സിയിൽ ഇട്ടിട്ട്, എൻ്റെ ഉമ്മൊക്കെ പലപ്പോഴും ചെയ്യുന്നത് കാണാം. ഇതിനെ ഒരു മിക്സിയിലിട്ട് അങ്ങോട്ട് അടിച്ചിട്ട് ഒരു സാധനമാക്കി അങ്ങോട്ട് മാറ്റും. എന്നിട്ട് ആർക്ക് കൊണ്ടു കൊടുക്കും? ഗസ്റ്റിന് കൊണ്ടു കൊടുക്കും. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അല്ലെ, എന്നിട്ട് ഒരു ഗ്ലാസ് ഉണ്ടാവും. ഈ ഗ്ലാസ് എങ്ങനെ നമ്മൾ സാധാരണ വീട്ടിൽ കുളിക്കുന്ന ഗ്ലാസ് ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടാവും അതിന്. ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ഗ്ലാസ്. നമ്മൾ ഈ കൂൾ ബാറിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ അല്ലെ, ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ബുർജ് ഖലീഫൊക്കെ പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ടാവും അല്ലെ? ഈ ഗ്ലാസ്സിലാക്കിയിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കും. അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു ഫീല് എന്താണ്? ഒരു വല്ലാത്ത ഫീലായിരിക്കും. എന്നാൽ ഈ ചെറുനാരങ്ങ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഇയാൾക്ക് കൊടുക്കാണ്. എന്തായിരിക്കും അവസ്ഥ അല്ലെ? അപ്പോ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് ചെറുനാരങ്ങയാണ്. നിങ്ങളുടെ കയ്യിലുള്ള നോളജ് ആവട്ടെ,
നിങ്ങളെ കയ്യിലുള്ള നിങ്ങൾ വായിച്ചറിഞ്ഞതോ വീഡിയോയിൽ കണ്ടതോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതോ ഇങ്ങനെ തുടങ്ങി എന്തോ ആവട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള ആ ചെറുനാരങ്ങയെ നിങ്ങൾ പിഴിഞ്ഞ് അതിൻ്റെ കൂടെ എന്താണ് ആവശ്യമുള്ള ചേരുവകൾ ചേർത്തിട്ട് നിങ്ങളൊരു നല്ലൊരു ഗ്ലാസ്സിലാക്കിയിട്ട് നിങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ഒരു പ്രവർത്തനത്തെ ഏറ്റവും ചുരുക്കിയ രൂപത്തിൽ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന് നിങ്ങൾക്ക് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരു ട്രെയിനർ ആവാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും നിലവിൽ ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഏരിയയിൽ എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നോളജ് നിങ്ങൾ എന്ത് ചെയ്യുക, കരസ്ഥമാക്കുക, അതിനെ നിങ്ങൾക്ക് ട്രെയിനിങ് ആയിട്ട് പരിവർത്തിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ നവീകരിക്കുന്ന, നമ്മളെ മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഈ ചെറുനാരങ്ങ എല്ലാവരുടെയും കയ്യിലുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കയ്യിലും ചെറുനാരങ്ങയുണ്ട്. പക്ഷെ ഈ ചെറുനാരങ്ങയെ എന്താക്കണം, ഗ്ലാസ്സിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ പ്രോസസ്സ് പഠിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്, ചില ചായക്കടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നേ ചായ കുടിക്കും, അല്ലെ? അവിടെ നിന്നേ നമ്മൾ ചായ കുടിക്കും. എവിടെ ചായ ഉണ്ടെങ്കിലും ചിലപ്പോ എന്താണ് അവിടെ നിന്നൊന്നും ചായ കുടിക്കാതെ നമ്മുടെ തൊട്ടടുത്ത് ഒരു ചായക്കടയുണ്ട്. അപ്പൊ അവിടെ അതിരാവിലെ തന്നെ മീൻ പിന്നെ വിൽക്കുന്നവര്, അതേപോലെ തന്നെ രാവിലെ പോകുന്ന ബസ് ഡ്രൈവർമാർ, ഇവരൊക്കെ വരുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ഇവിടെ വന്നാലാണ് എല്ലാവരും ചായ കുടിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് അവിടേക്ക് വരുന്നത്? അവിടേക്ക് വരുന്നത് അവരുണ്ടാക്കുന്ന ചായക്കൊരു പ്രത്യേകതയുണ്ട്. നമ്പർ 1, അവരുണ്ടാക്കുന്ന ചായക്കൊരു പ്രത്യേകതയുണ്ട്. നമ്പർ 1. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ചായ അടിക്കുന്ന ആളുണ്ടല്ലോ, ഈ ചായ അടിക്കുന്ന ബാബുച്ചേട്ടൻ, ഈ ബാബുച്ചേട്ടൻ ചായയിൽ എന്താണ്, ചായപ്പൊടിയും പഞ്ചസാരയും അതേപോലെ തന്നെ പാലും ഒക്കെ ഇട്ട് അടിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ആ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് അതിലൊരു സാധനം കൂടി ഇട്ട് കൊടുക്കും. എന്താണെന്നറിയോ? ഒരു സ്നേഹം കൂടി ഇട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? അദ്ദേഹം പ്രൊഫഷണൽ വേയിൽ ഇതൊക്കെ പഠിച്ചു, പ്രൊഫഷണൽ രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് മനോഹരമായിട്ട് അത് ഉണ്ടാക്കാൻ അറിയാം. അതോടൊപ്പം തന്നെ അദ്ദേഹം അതൊരു പാഷനായിട്ട് അതിനെ കാണുകയാണ്. രാവിലെ ഞാൻ എഴുന്നേൽക്കണ്ടേ, ചായ അടിക്കണ്ടേ, ഞാനിനി പിന്നെ കഷ്ടപ്പെടണ്ടേ. അതിരാവിലെ ചായക്കടയൊക്കെ തുറക്കണമെങ്കിൽ അല്ലേ, രാവിലെ 5 മണിക്കൊക്കെ തുറക്കുന്ന ചായക്കടക്കാരുണ്ട്. അപ്പോ രാവിലെ എഴുന്നേൽക്കും, ചായ എനിക്കിന്ന് അടിക്കണം എന്നുള്ളതാണ്. മനസ്സിലായില്ല? ഇപ്പൊ ഇതാണ് എന്താണ് നമ്മൾ അതിനോട് ഉള്ള ഒരു സമീപനാണ് നമ്മളുടെ. നമ്മൾ അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? നമ്മൾ ഓരോരുത്തരും രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്. നമ്മൾ ഉറക്കച്ചടവോട് കൂടിയാണ് എഴുന്നേൽക്കുന്നത്. അതല്ല നിങ്ങളുടെ ഡിസയർ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തീക്കനലാണോ നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത്, അല്ലെ? കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ മിനിഞ്ഞാന്ന്, അല്ലെ, നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്, തന്റെ തലേ ദിവസം എന്റെ മകൻ ഉറങ്ങിയിട്ടില്ല. കാരണം അവർക്ക് എന്താണ്, അവനക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വലിയ ബസ്സിൽ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. തലേ ദിവസം അവൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ എന്റെ ഉമ്മോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഞാനും ഉറങ്ങിയിട്ടില്ല. കാരണം എന്താണ്, ഞങ്ങളെ ഫാമിലി ഓൾ ടുഗദർ ഞങ്ങൾ ഒന്ന് പോയതാണ്, ഒരു ബസ്സിൽ പോയതാണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. അപ്പോ എന്താണ് നമ്മൾ എഴുന്നേൽപ്പിച്ചത് എന്താണ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അവിടേക്ക് പോകണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹമാണ്, നമ്മുടെ സ്വപ്നമാണ് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത്. ഇതേപോലെ നമ്മളെ ഓരോ ദിവസവും നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ഒരു വലിയ പ്രവർത്തനമായിട്ട് നമുക്ക് നമ്മളെ പരിവർത്തിപ്പിക്കാൻ കഴിയണം. അങ്ങനെ പരിവർത്തിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു അപാരമായിട്ടുള്ള സാധ്യതയുള്ള ഒരു മനുഷ്യനായി തീരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആകാൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് അതിനുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹമാണ്. എന്തുകൊണ്ട് ആകണം എന്ന് ഞാനിപ്പോ ഇവിടെ ആദ്യമേ പറഞ്ഞു വെച്ചു, അല്ലെ? എന്താണ് അതിന്റെ ഒരു എന്താണ് അതിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞു വെച്ചു. അപ്പൊ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം
ഈ നേരത്തെ പറഞ്ഞ ട്രെയിനിങ് എടുക്കാൻ പോകുന്ന സമയത്ത് ഒത്തിരി ആളുകൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഒരു ട്രെയിനർ ആകാൻ സാധിക്കുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഒരു റിസൾട്ടാണ് ശരിക്ക് നമ്മുടെ ട്രെയിൻ ദ ട്രെയിനർ പ്രൊഫഷണൽ ട്രെയിനിങ് ബാച്ച് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി ആളുകളുടെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളാണ് നമ്മൾ പിന്നീട് ഒരു പ്രൊഫഷണൽ ട്രെയിനർ എന്നുള്ള ഒരു കോഴ്സിനെ നമ്മൾ മൊഡ്യൂൾ ചെയ്യുന്നതും അതിലൂടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, അതായത് ട്രെയിനർമാരല്ലാത്ത ആഗ്രഹമുള്ള ആളുകളെ ഇതിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക, അവർക്ക് കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് കൊടുക്കുക, അവരെ ഒരു ട്രെയിനറായിട്ട് പരിവർത്തിപ്പിക്കുക. അതിനുശേഷം അവരെ കൈവെടിയല്ല, മറിച്ച് അവരെ കൃത്യമായിട്ട് പിന്നീടും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും സപ്പോർട്ടും കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു രീതി നമ്മൾ അവലംബിച്ചത്. അങ്ങനെ തുടങ്ങിയ നമ്മുടെ ഒരു സെഷൻ ഇപ്പോ 16 ബാച്ചുകൾ, 15 ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്ത് 16 ബാച്ചുകൾ 16ാമത്തെ ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ 16ാമത്തെ ബാച്ചിൽ അംഗങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് 16 എന്നൊന്ന് ടൈപ്പ് ചെയ്യോ. അതേപോലെ തന്നെ എൻ്റെ സെഷനുകൾ കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ കംപ്ലീറ്റഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു 16 ബാച്ചുകൾ കഴിഞ്ഞ് 17ാമത്തെ ബാച്ചിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. നാളെയാണ് നമ്മുടെ 17ാമത്തെ ബാച്ച് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഒരു ട്രെയിനർ ആവുക എന്നുള്ള ഒരു അതിയായിട്ടുള്ള ആഗ്രഹത്തെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. അപ്പൊ അവിടെ ഒരു ചോദ്യം, അല്ലെ? എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അല്ലെ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു ചിന്തയാണ്, എനിക്ക് ട്രെയിനർ ആകാൻ പറ്റുമോ? ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസം പോലും എന്നെ ഒരു തൃശ്ശൂരുള്ള, അവരിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വെസ്റ്റ് ഫോർട്ടിലുള്ള ഒരു നേഴ്സാണ് എന്നെ വിളിച്ചത്. സാറേ, എൻ്റെ അതിയായ ആഗ്രഹമാണ്, ഒരുപാട് കാലങ്ങളായി. ശാലിനി മാം ഇതിലുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു, അല്ലെ? ഓക്കെ. അപ്പോ അവര് വിളിച്ചു, എന്നോട് പറഞ്ഞു, സാറേ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഒരു ട്രെയിനർ ആകണം എന്നുള്ളത്. പക്ഷേ എനിക്ക് ട്രെയിനർ ആകണം, എവിടെയും ഞാൻ ഇതുവരെ ഒന്നും, എൻ്റെ ഒരു ബേസിക് പോലും എൻ്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പറ്റും. ഓക്കെ. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു ട്രെയിനർ ആവുക എന്ന് പറയുന്നത്, ഒരു എക്സ്പെർട്ട് ട്രെയിനർ അല്ലെങ്കിൽ ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ. ഒരു ട്രെയിനർ ആകുക എന്നുള്ള ആഗ്രഹത്തോടെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ട്രെയിനിങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. മറിച്ച് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സമയം നമുക്ക് ആവശ്യമാണ്. ഒരു കൃത്യമായിട്ടുള്ള സമയവും സാവകാശവും നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു കുഞ്ഞ് വളരുന്നത് പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ ചെയ്യണം? ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു വർക്ക്ഷോപ്പ് കൊടുത്തത് കൊണ്ട് നമുക്ക് ട്രെയിനർ ആയി തീരാൻ പറ്റുമോ? അതല്ലെങ്കിൽ അതിന്റെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഇങ്ങനെ ഒരു 2 മാസത്തെ കോഴ്സ് എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ ചിന്തയെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോ എങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമുക്കിത് ട്രെയിനർ ആകാൻ പറ്റുമോ? അപ്പോ എന്താണ് അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ട്രെയിനർ ആകാൻ പറ്റും. എല്ലാവർക്കും, ഇതിനുള്ള അതിയായിട്ടുള്ള ആഗ്രഹമുള്ള എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ട്രെയിനറായിട്ട് മാറാം, ട്രെയിനറായി തീരാം എന്നുള്ളതാണ്. അതിനുള്ള ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു അവയർനെസ്, ഇതാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ കോഴ്സിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ ഡിസ്കവർ യുവർ സെൽഫ്. നമ്മളെ തിരിച്ചറിയാം. സെൽഫ്, നമ്മളുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും ഇതെല്ലാം നമ്മളൊരു ഡയറി ആദ്യം സെറ്റാക്കും. ഡയറി സെറ്റാക്കിയിട്ട് ഈ ഡയറിയിലാണ് നമ്മൾ പിന്നീട് ഫുള്ള് കളികൾ. 2 മാസത്തെ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഡയറി ഏകദേശം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഫുള്ളായിട്ടുണ്ടാവും. അതായത് 4 രൂപത്തിലാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യുക. അതായത് ഒന്ന്, എൻ്റെ ക്ലാസ്, ലൈവ് സൂം സെഷൻ, അതിൽ നിങ്ങൾ കേൾക്കുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾ ഡയറിയിൽ എഴുതുന്നു. അതിനുശേഷം നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ഗ്രൂപ്പിൽ വോയിസ് ആയിട്ട് ഇടുന്നു. പിന്നെ അതിനുശേഷം പ്രാക്ടിക്കൽ. ഇങ്ങനെ 4 സ്റ്റെപ്പുകൾ ഉണ്ടാവും. മൾട്ടി സെൻസറി ലേണിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ വരിക, എന്നിട്ട് ഞാനിവിടെ PPT വെച്ച് ക്ലാസ് എടുക്കുക, അത് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ കപ്പലണ്ടി നിന്നിട്ട് ഇങ്ങനെ കാണുക, എന്നിട്ട് ആ PPT ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു സിസ്റ്റം അല്ല നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് അവിടെ ഞാൻ പറഞ്ഞു വെച്ചാൽ, നല്ലൊരു ട്രെയിനർ ആണെങ്കിൽ അവിടെ ഓക്കെയാണ്. പക്ഷെ ഒരു ട്രെയിനർ ആകാൻ ആഗ്രഹിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്,
he or she has to practice. അതിന്റെ ഒരു ഫോക്കസിൽ നിൽക്കണം. അവിടെ വന്ന് ഒരു മൈൻഡ് സെറ്റോട് കൂടി അവിടെ ക്ലാസ്സിൽ ഇരുന്ന് ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് ആ നോട്ട് നമ്മൾ ശരിക്കും എപ്പോഴും പഠിക്കുന്നത് എപ്പോഴാണ്? പഠിക്കുന്നത് ശരിക്കും നമ്മളൊരു സംഭവം വായിച്ചിട്ട് ആ വായിച്ചത് നിങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് കൂടുതൽ നിങ്ങൾക്കത് ലേൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സാധാരണ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത്, എക്സാമിനൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മെത്തേഡാണ് ടീച്ചിങ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മളൊരു കാര്യം വായിക്കാൻ നമുക്ക് കുറഞ്ഞ സമയം മതിയാവും. പക്ഷെ ആ വായിച്ചത് നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒത്തിരി സമയം വേണം, അല്ലെ? ഒത്തിരി സമയം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. വിചാരിച്ച പോലെ പറയാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്താണ്, എക്സ്ട്രാ എഫേർട്ട് നമ്മൾ അതിൽ ഇടേണ്ടി വരും. അപ്പോ ആ ഒരു രൂപത്തിൽ ഒരു മൾട്ടി സെൻസറി ലേണിംഗ് മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെയായിരിക്കും നമ്മുടെ ഓരോ ക്ലാസ്സുകളും. ഓരോ ക്ലാസ്സുകൾ കഴിയും തോറും ഡയറി എഴുതണം, അതേപോലെ തന്നെ വോയിസ് നോട്ട് ഇടണം. അതിനുശേഷം പിന്നെ ഈ പ്രാക്ടിക്കൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് അതിന്റെ രീതിയിൽ തന്നെ നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളൊരു സെൽഫ് അവയർനെസ് ഉണ്ടാവുക, നമ്മളൊരു മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തുക, നമുക്ക് ട്രെയിനർ ആകാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത നമുക്ക് അതോടുകൂടി രൂപപ്പെടും. ദെൻ വൈ ഐ ഹാവ് ടു ബിക്കം എ ട്രെയിനർ. എന്തിനാണ് അല്ലെ ഞാൻ ട്രെയിനർ ആകുന്നത്? എന്തിനാണ് ഞാൻ ട്രെയിനർ ആകുന്നത്? ഇത് കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമുക്ക് പലപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗോളോ ഒരു ദിശയോ ഇല്ലാത്തത് കൊണ്ടാണ് പലതും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. എന്താണ് നമ്മൾ എന്ത് പഠിക്കാൻ പോവുകയാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് എന്താ കിട്ടുക എന്നുള്ളതാണ് ചോദിക്കുക. അപ്പൊ നമ്മളെ കോഴ്സിന്റെ ആഡുകളൊക്കെ ഇടുന്ന സമയത്ത് പലരും വന്നിട്ട് ചോദിക്കുന്നത്, ഇപ്പൊ ജോലി ഇല്ല, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്നാണ്. വാട്ട് ഇസ് ദ ബെനിഫിറ്റ്, അല്ലെ? അഡൽട്ട് ലേണിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് വലിയ ആളുകളെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ്ങിൽ നമ്മുടെ കോഴ്സിലുള്ളതാണ് അഡൽട്ട് ലേണിംഗ് പ്രിൻസിപ്പിൾ. അതായത് കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെയല്ല വലിയ ആളുകളെ പഠിപ്പിക്കുന്നത്. കാരണം വലിയ ആളുകൾക്ക് പഠിപ്പിക്കുമ്പോൾ അവിടെ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്ന് എന്ത് കിട്ടുന്നു, വാട്ട് ഇസ് ദ ബെനിഫിറ്റ്, ഈ ബെനിഫിറ്റ് കൃത്യമായിട്ട് അഡൾട്ട്സിനെ ബോധ്യപ്പെടും. ഇപ്പൊ സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമുക്കറിയാം. അതായത് നമ്മൾ ഒരു ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ആ ട്രെയിനിങ്ങിന്റെ ആദ്യത്തിൽ തന്നെ നമുക്ക് വാട്ട് ഇസ് ദ ബെനിഫിറ്റ്, ആ ബെനിഫിറ്റിനെ കൃത്യമായിട്ട് നിങ്ങളെ ഇതിലേക്ക് എനിക്ക് എത്തിച്ചു തരാൻ പറ്റും, അതിനുള്ള വഴികൾ ഇന്നതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അതാണ് അഡൽട്ട് ലേണിംഗ് പ്രിൻസിപ്പിൾസ്. അതിൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ അതിൽ ഒന്നാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അവരെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ആ ഒരു ഗോളിലേക്ക് അതിന്റെ ബെനിഫിറ്റ് കൃത്യമായിട്ട് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഓരോരുത്തരും എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഏതൊരു കോഴ്സിലായാലും നമ്മൾ ജോയിൻ ചെയ്യുക. വാട്ട് ഇസ് ദ ബെനിഫിറ്റ്? ഒരു ട്രെയിനർ ആയി കഴിഞ്ഞാൽ എന്താണ് മെച്ചം, അല്ലെ? അപ്പൊ ഒരുപാട് മെച്ചങ്ങൾ ഇതിലൂടെയുണ്ട്. ഞാൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്ന, എന്റെ സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു ട്രെയിനർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രെയിനർ ആവുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് തീരുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിനോട് എത്രത്തോളം യോജിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് തീരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഞാൻ നല്ലൊരു ട്രെയിനർ ആവുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു മനുഷ്യത്വമുള്ള ഒരു ധാർമ്മികതയുള്ള ഒരു ട്രെയിനർ ആവുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ട്രെയിനർ ആകുമ്പോഴേക്കും നമുക്ക് ഒത്തിരി മനോഹരമായിട്ടുള്ള ഒരു ക്വാളിറ്റികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത്. അപ്പോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഒരു ട്രെയിനർ ആകുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടാകും. പഴയ ആളൊന്നും ആയിരിക്കില്ല നിങ്ങളെ രൂപത്തിൽ മാറ്റം വരും, അല്ലെ? നിങ്ങൾ പഴയ പിന്നെ കീറിയ പനിയനും ഇതൊക്കെ ഇട്ട് നടക്കുന്ന ഒരു സ്റ്റൈൽ ആയിരിക്കില്ല. നിങ്ങൾക്ക് തന്നെ തോന്നും, നിങ്ങളെ തിരിച്ചറിയാൻ. അതാണ് ഡിസ്കവർ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ഒരു മനുഷ്യനല്ല, അല്ലെ? ഞാൻ ഇങ്ങനെയൊന്നും പോകേണ്ട ഒരു മനുഷ്യനല്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി രൂപപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെയാണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഒബ്വിയസ്ലി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും.
കമ്മ്യൂണിക്കേഷൻ ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആകുന്നു. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമുക്ക് ട്രെയിനിങ് ഇല്ലല്ലോ. അപ്പോ കമ്മ്യൂണിക്കേഷനിൽ പെട്ട പബ്ലിക് സ്പീക്കിംഗ് ആവട്ടെ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ആവട്ടെ, ഇതൊക്കെ നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ കവറപ്പ് ചെയ്യുന്നു. പിന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തുന്നു. ഒരു ട്രെയിനർ ആവുന്നതോടുകൂടി തന്നെ നല്ലൊരു പോസിറ്റീവ്, അതായത് നിങ്ങളുടെ പഴയ നിങ്ങളുടെ ബിഹേവിയറുകളൊക്കെ ഒരുപാട് മാറും, നിങ്ങളുടെ ചിന്തകൾ മാറും, അല്ലെ? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ പെരുമാറ്റങ്ങള്, നിങ്ങളുടെ ഇടപെടലുകള്, നിങ്ങളുടെ വാക്കുകള്, നിങ്ങളുടെ വേഷം, ഇതെല്ലാം മാറും. ഇതെങ്ങനെയാ മാറുക? വെറുതെ മാറില്ല. അതിനാണ് നമ്മളൊരു എൻവയൺമെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നമ്മളൊരു എൻവയൺമെന്റ് ഉണ്ടാക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മൾ ഒരു എൻവയൺമെന്റ്, ഒരു ട്രെയിനേഴ്സ് എൻവയൺമെന്റ്, ഒരു ക്ലബ്ബ് ആണ് നമ്മൾ. ഒരു ട്രെയിനിങ്ങിന്റെ ഒരു ക്ലബ്ബ് നമ്മൾ രൂപപ്പെടുത്തി, നമ്മളെല്ലാവരും ട്രെയിനർമാരാണ് എന്ന ചിന്ത നമ്മളിവിടെ രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, നെറ്റ്വർക്ക്, ഇതൊക്കെ എന്താണ്? നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയാലും ആൾക്കാര്, നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് എന്താണ്, ഒത്തിരി സ്റ്റുഡൻസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ എടുക്കാൻ പറ്റും. നെറ്റ്വർക്ക്, സാറ്റിസ്ഫാക്ഷൻ, ആത്മസംതൃപ്തി, അല്ലെ? ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന, അല്ലെ? നമ്മളൊരു ട്രെയിനിങ് എടുത്തിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ കൈ പിടിച്ചിട്ട്, സാറേ ഞാൻ 10ാം ക്ലാസ്സിൽ എക്സാം എങ്ങനെ എഴുതുമെന്ന് ആലോചിച്ചിട്ടിരിക്കായിരുന്നു. ഇന്നത്തെ ആ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്ര കോൺഫിഡൻസ് കിട്ടിയത്. നാളെ മുതൽ ഞാൻ ഇനി ആ ഒരു പുതിയ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഞാൻ എക്സാമിനെ സമീപിക്കാൻ പോകുന്നത് എന്ന് ഒരു 10ാം ക്ലാസ്സിലെ ഒരു കുട്ടി നിങ്ങളുടെ കൈ പിടിച്ചിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ നമുക്ക് അന്ന് കിട്ടുന്ന, അന്ന് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കാന്നറിയോ? നാളെ രാവിലെ തന്നെ എഴുന്നേൽക്കണം, എന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ട്രെയിനിങ് എടുക്കാൻ പോകണമെന്നായിരിക്കും. ആണോ അല്ലേ? യെസ്. ഒരാളുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു കാര്യമാണ്. ഒരാളെ ഒരു പ്രയാസം വരുന്ന സമയത്ത് അയാളെ ഒന്ന് കൈ പിടിച്ചിട്ട്, കൈ ഇങ്ങനെ, അല്ലെ? നമ്മളൊരു വയ്യാതെ കിടക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ സാന്ത്വനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഈ കൈ ഇങ്ങനെ എന്താണ്, ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊന്ന് ഒരു 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 ഒന്ന് അമർത്തും, ഒന്ന് പ്രസ് ചെയ്യും. എന്താണത്? ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെ? ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അത് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? നിങ്ങൾ ആ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇറുക്കിയിട്ട് ഒന്ന് കുറച്ചു നേരം ഒന്ന് ഇരുന്നാ മാത്രം മതി. ഇറ്റ്സ് എ വണ്ടർഫുൾ കമ്മ്യൂണിക്കേഷൻ. ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്ന ഒരു വല്ലാത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. വല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ മനസ്സ് വളരെ അതിയായിട്ട് നമുക്കൊരു ആത്മസംതൃപ്തി ലഭിക്കുന്ന രൂപത്തിലേക്ക് മാറും. റീസൺ വൈ, എന്തിനാണ് ഞാൻ ഒരു ഞാനൊരു കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണോ ഞാനത് ചൂസ് ചെയ്യുന്നത്? കരിയറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണോ? അതല്ല എനിക്കൊരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണോ? അതല്ല ഇത് എൻ്റെ ഒരു പാഷൻ ആണോ? നമ്മളത് മനസ്സിലാക്കണം. എന്തിനാണ് ഞാനൊരു റീസൺ, എന്തിനാണ് ഈ ഒരു കോഴ്സിലേക്ക് ചേരുന്നത്, കോഴ്സിൽ ചേരുന്നതിന്റെ റീസൺ എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സ്കോപ്പ് എന്താണ്? സ്കോപ്പ് മനസ്സിലാക്കണം. എന്താണ് ഇതിന്റെ സ്കോപ്പ്? നമ്മളിത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏതൊക്കെ രൂപത്തിലാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പൊ ഇത് ഇതിലൂടെ നമുക്ക് എന്താണ്, നമ്മൾ ആ ഒരു സ്കോപ്പും ബെനിഫിറ്റ്സും അതേപോലെ തന്നെ അതിന്റെ ക്വാളിറ്റീസും ഒക്കെ നമ്മൾ ഓരോരുത്തരും ഇതിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫൈൻഡ് എ മെന്റർ എന്നുള്ളതാണ്. ഫൈൻഡ് എ മെന്റർ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പുതിയ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു മെന്റർ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. നിങ്ങൾക്കൊരു ട്രെയിനർ ആകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ മെന്റർ. നിങ്ങൾക്ക് നല്ലൊരു മെന്ററെ കണ്ടെത്തുക. ഒരു ഈസി ആക്സസ് ഉള്ള, ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള, എന്തും എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന ഒരു മെന്ററെ ഫൈൻഡ് ഇറ്റ്. എന്താണ് അതുകൊണ്ടുള്ള ഗുണം? എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു വഴികാട്ടി, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും.
പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. ഒരു വഴികാട്ടി ഉണ്ടാകും, നിങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ടാകും, അല്ലെ? നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളുടെ ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരാളാണ്. അവിടെ ഒരു ട്രസ്റ്റ് ആണ് ഏറ്റവും വലുത്. ഒരു മെന്റർ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ട്രസ്റ്റ് ആണ്, അവിടെ ഒരു റിലേഷൻഷിപ്പ് ആണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നിലനിൽക്കുന്നത്. അദ്ദേഹം നിങ്ങളെ ആ ഒരു കൃത്യമായിട്ടുള്ള വഴിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മൾ അങ്ങനെ ഒരു ട്രെയിനിങ്ങിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ എന്താണ്, നമ്മളൊരു മെന്ററെ നമ്മൾ കണ്ടെത്തുക. മെന്റർ നിങ്ങളെ അവിടേക്ക് എത്തിക്കും. ഇനി ലേണിംഗ് ആണ് അടുത്തത്, നമ്മൾ പറയുന്ന ലേണിംഗ് ആണ്. ഇനി നമ്മളൊരു ട്രെയിനർ ആകണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ ആ ഒരു ട്രെയിനിങ്ങിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ട്രെയിനർ ആകുക എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരാളെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചില സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അവസാനിക്കരുതേ എന്ന് തോന്നും. എന്നാ ചിലത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴാ ഒന്ന് കഴിയാന്ന് തോന്നും, അല്ലെ? ഇത് എപ്പോഴാ ഒന്ന് കഴിഞ്ഞിട്ടുന്നില്ലല്ലോ. അങ്ങനെയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചില ആളുകൾ വന്നിട്ട് വെറുതെ ഒന്ന് തട്ടിയാൽ മതി, നമ്മൾ നന്നാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഒന്നും പറയണ്ട, ചില ആളുകൾ വന്നിട്ടേ മേത്തൊന്ന് തട്ടിയിട്ട് എന്തൊക്കെയുണ്ട്, ഉഷാറല്ലേ, പിറ്റേ ദിവസം മുതൽ നന്നാവും. അങ്ങനെയുണ്ട്, ഇല്ലേ? ഉണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആദരിക്കുന്ന ഒരാൾ അതുവരെ എത്രയും പറഞ്ഞിട്ടുണ്ടാവും നോ, നെവർ മൈൻഡ് ആണ്, അല്ലെ? നെവർ മൈൻഡ് ചെയ്ത പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരാള് വന്നിട്ട് എന്തൊക്കെയുണ്ട്, എന്താണ്, ഉഷാറാവല്ലേ എന്ന് ആ ഒരു ചോദ്യം മതി. ആ ചോദ്യം, ഒരൊറ്റ ചോദ്യം, ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ. അതൊരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ആണ്. എല്ലാവർക്കും പറ്റൂല, നമ്മൾ പോയിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. പക്ഷെ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇറ്റ്സ് എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെ നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? ചില ആളുകളോട് സംസാരിച്ചിട്ട്, അല്ലെ, ബസ്സിലൊക്കെ ഒരു 5 മിനിറ്റേ കിട്ടുള്ളൂ അങ്ങോട്ട് ഒരു യാത്രയുടെ ഇടയിൽ. ചിലപ്പോ കൊല്ലത്തുനിന്ന് കയറിയിട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുവരെ മിണ്ടിയിട്ടുണ്ടാവില്ല. അവസാനം ഇറങ്ങാൻ നേരത്താണ് അവിചാരിതമായിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പോഴാണ് മനസ്സിലാക്കിയത്, ഇദ്ദേഹത്തോട് ഞാൻ ഇത്രയും നേരം സംസാരിക്കാതിരുന്നല്ലോ, അല്ലെ? അപ്പൊ നമ്മൾ അവസാനം ഇറങ്ങാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു നമ്പർ തരുമോ, ഒരു നമ്പർ ഒന്ന് തരുമോ? കാരണം എന്താണ്, ഇയാളെ നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്. എന്താണ്, ഈ കമ്മ്യൂണിക്കേഷനിൽ ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യപ്പെട്ടു. ഒരു വാല്യൂ, അദ്ദേഹത്തിന് എന്താണോ ആവശ്യമുള്ളത്, അത് കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടിയ സമയത്ത് എന്താണ്, ഒരു വാല്യൂ ജനറേറ്റ് ചെയ്തു. ആരാണ്, ഇദ്ദേഹത്തിന് നമ്പർ കിട്ടി കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാലോ, അല്ലെ? നമ്മളെ നമ്പറൊക്കെ അങ്ങനെ എത്ര ആൾക്കാർ മേടിച്ചിട്ടുണ്ട്, അല്ലെ? സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഏരിയ ഉണ്ടോ. നമ്മളൊരു മണിക്കൂറിന്റെ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ഒന്നുമല്ല, ഒരുപാട് ഒരു വലിയ ഡീപ്പ് മേഖലയാണ് കമ്മ്യൂണിക്കേഷൻ കോച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. എല്ലാ മേഖലയും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് കാര്യം? ഒരു മാനേജർ, ഒരു കമ്പനിയുടെ മാനേജറിന് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പോയില്ലേ, അദ്ദേഹത്തിന് എംപ്ലോയീസിനോട് നന്നായിട്ട് പെരുമാറാൻ പറ്റുമോ? എംപ്ലോയീസ് ആ കടയിൽ വരുമോ? ക്ലയന്റ് വരുമോ? കസ്റ്റമർ വരുമോ? ഒരാളും വരൂല, അല്ലെ? സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, ടീച്ചർ, ആരും ആയിക്കോട്ടെ, പോട്ടെ, അച്ഛൻ, അമ്മ, മക്കളോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ, പാരന്റ്സിനോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അയൽവാസികളോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, എല്ലായിടത്തും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലെ? നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു സംസാരിച്ച് തുടങ്ങുന്ന ആ ഒരു കാലം മുതൽ മരണം വരെ ആവശ്യമുള്ള ഒരു സാധനമാണ് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സമയവും ഇല്ല, നമുക്ക് സാഹചര്യവും ഇല്ല, നമുക്ക് ബാക്കി എല്ലാത്തിനും സമയമുണ്ട്.
എത്ര മനോഹരമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ പഠിച്ചു വരുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് മികവിലേക്ക് പോകാം. നിങ്ങൾ അത്രത്തോളം റിസൾട്ട് ഓറിയന്റഡ് ആകും. അതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾ തൊട്ടതൊക്കെ പൊന്നാക്കാൻ പറ്റുന്ന അറിയില്ലേ? തൊട്ടതെല്ലാം പൊന്നാക്കാൻ പറ്റുമെന്ന് അറിയില്ലേ? അതാണ്. നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട്സ് അതാണ് നമുക്ക് അതിലൂടെ നേടിയെടുക്കാൻ പറ്റുക. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതെന്തുകൊണ്ടാണ്? നിങ്ങളൊരു ട്രെയിനറാണ്. ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഞാൻ ക്ലാസ്സുകൾ നിരന്തരം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്ലാസ്സുകൾ കഴിയും തോറും ഞാൻ ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ട്രെയിനർ ആവുന്ന സമയത്ത് നിങ്ങളെ പലരും വിളിക്കും അല്ലെ? പ്രൊഫഷണൽ ട്രെയിനിങ് ബാച്ച് 17 കംപ്ലീറ്റഡ് സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് അല്ലെ? നമ്മളെ ജിജോ സാറ് നമ്മുടെ 16ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് ഇവിടെ വീഡിയോയിലിരിക്കുന്നത്. അപ്പൊ സാറ് നമ്മുടെ 16ാമത്തെ ബാച്ച് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും, പ്രാക്ടിക്കൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം. പിന്നെ നമ്മൾ ഇവിടെ വിംപിൾ അക്കാദമിയിൽ നമ്മൾ വെബിനാറുകളൊക്കെ എടുക്കാൻ അവസരങ്ങൾ കൊടുക്കും. 1 hour സെഷൻ ഒക്കെ എടുക്കും. അപ്പൊ 1 hour സെഷന്റെ പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കി അക്കാദമിയുടെ ചിഹ്നവും അതേപോലെ തന്നെ ഒക്കെ വെച്ചിട്ട് ജിജോ തോമസ് ട്രെയിനർ 16th ബാച്ച് എന്നൊക്കെ വെച്ചിട്ട് പോസ്റ്റർ ഒക്കെ അടിച്ചു കൊടുക്കും. അപ്പൊ ജിജോ സാർ സ്റ്റാറ്റസ് വെക്കും. അപ്പോ അതുവരെ കാണാത്ത ആൾക്കാരൊക്കെ എടാ ഈ ജിജോ എങ്ങനെ ട്രെയിനർ ആയത്? പിന്നെ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ അവര് ജിജോ സാർ പള്ളിയിലൊക്കെ എന്തൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ പള്ളിയിൽ അടുത്ത തവണ പള്ളിയിൽ എന്തെങ്കിലും ഒരു ക്ലാസ് വരുന്ന സമയത്ത് നമുക്ക് ജിജോനെ വിളിച്ചാലോ? ജിജോ സാറിനെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ചർച്ചയിലെങ്കിലും വന്നല്ലോ. വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചർച്ചയിൽ നമ്മളെ പേര് വന്നല്ലോ, അത് മതി. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ പലയിടത്തും നമ്മുടെ ട്രെയിനർമാർ ക്ലാസ് എടുത്ത അനുഭവങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവുക. അതല്ലാതെ നമുക്ക് ഒരിക്കലും നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് വരാൻ പറ്റില്ല. അപ്പോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ നമ്മളെന്താണ് ലേൺ ചെയ്യുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇമ്പ്രൂവ് ആവും. അതേപോലെ തന്നെ എന്താണ് ട്രെയിനിങ് അല്ലെ? എന്താണ് ട്രെയിനിങ്? പലപ്പോഴും പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് സ്പീച്ച് ആണ് ട്രെയിനിങ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മോട്ടിവേഷണൽ സ്പീക്കർ അല്ല ട്രെയിനിങ്. മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ട്രെയിനിങ് അല്ല. എന്താണ്? ട്രെയിനിങ്ങും സ്പീച്ചും തമ്മിൽ ഡിഫറെന്റ് ആണ്. ഇറ്റ്സ് എ ഡിഫറെന്റ് ഏരിയ. രണ്ടും ഡിഫറെന്റ് ആണ്. രണ്ടും ഉദ്ദേശിക്കുന്ന എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അപ്പൊ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ അതിൽ സംഭവിച്ചിരിക്കണം. എന്താണ്? സ്കിൽ ഇംപ്രൂവ് ആയിരിക്കണം, നോളജ് ഇംപ്രൂവ് ആയിരിക്കണം, ആറ്റിറ്റ്യൂഡ് ഇംപ്രൂവ് ആയിരിക്കണം, അതേപോലെ തന്നെ ആസ്പിരേഷൻസ് കാസ എന്ന് പറയും. നോളജ്, സ്കിൽ, അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, ദെൻ എന്താണ്? ആസ്പിരേഷൻ. ഇത് 4ഉം എന്താണ്? ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം. അതല്ലാതെ നിങ്ങൾ എവിടെയും പോയിട്ട് ഒരു 1 hour ക്ലാസ് എടുത്തു കൊടുത്തു വന്നിട്ട് ഞാൻ ട്രെയിനിങ് എടുത്തു എന്ന് പറഞ്ഞാൽ നോ, നെവർ. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഉണ്ടംപൊരി കാണിച്ചിട്ട് പഴംപൊരി എന്ന് പറഞ്ഞ പോലെയാണ്. പറയുന്നത് ഒന്ന്, ചെയ്യുന്നത് വേറെ. ചില സമയത്ത് കൗൺസിലിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് ക്ലാസ് എന്നൊക്കെ പറയും. ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് കൗൺസിലിംഗ് ക്ലാസ് എന്നൊക്കെ പറയും ചില സ്കൂളുകളെ. അപ്പൊ ചില ആളുകൾ അങ്ങനെ ഓരോ പേരുകൾ ഇടുന്നതാണ്. അവർക്ക് തോന്നുന്ന പേരുകൾ അങ്ങനെ എഴുതും. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഒരു ടീമിനെ കിട്ടിക്കഴിഞ്ഞാൽ 16ാമത്തെ ബാച്ച് തുടങ്ങി 2 മാസം കഴിയുന്ന സമയത്ത് ഞാൻ കുട്ടികളോട് പറയും, നിങ്ങളുടെ നോളജിലും നിങ്ങളുടെ സ്കില്ലിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും നിങ്ങളുടെ ആസ്പിരേഷൻസിലും ചേഞ്ച് വന്നോ അല്ലെ? അല്ലാതെ ഞാൻ ഇവിടെ നിന്നിട്ട് കുറെ പ്രസംഗിച്ചിട്ട് ഞാൻ സ്പീച്ച് ചെയ്തിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ബാച്ച് കംപ്ലീറ്റഡ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കലല്ല. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അവസാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ അളന്നു നോക്കണം അല്ലെ? അളന്ന് നോക്കിയിട്ട് തിട്ടപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മാറ്റമുണ്ടോയോ? അതല്ലേ നിങ്ങൾ എടുക്കാൻ പോകുന്ന സ്ഥലത്ത് ഈ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? സെയിൽസ് ക്ലാസ് എന്ന് പറഞ്ഞു പോയിട്ട് ഈ സെയിൽസ് ചെയ്യാൻ അറിയാത്ത ഒരു ടീമിന് കൃത്യമായിട്ടുള്ള സെയിൽസ് പഠിപ്പിച്ച് അവരുടെ സ്കില്ലിലും നോളജ് അല്ലെ, അടുത്ത തവണ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് കോൺഫിഡൻസോട് കൂടി പോയിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ആ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് വിജയം. അതല്ലാതെ എന്താണ് വെറുതെ പോയിട്ട് ഒരു ലെക്ചറിങ് ചെയ്ത് തിരിച്ചു പോരലല്ല. അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ട്രെയിനർ ആകണം നമുക്ക്. അല്ലാതെ 1 hour സെഷൻ പോയിട്ട് വീശി അടിച്ചിട്ട് തിരിച്ചു പോകുന്നത് കൊണ്ടല്ല, മാറ്റം ഉണ്ടാക്കാൻ പറ്റണം.
മാറ്റം എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ അല്ല മാറ്റം. അങ്ങനെ അറിയോ? മോട്ടിവേഷൻ ഇറ്റ്സ് എൻ എലമെന്റ്. എന്താണ്? തുടക്കം മാത്രമാണ്. മോട്ടിവേഷൻ എല്ലായിടത്തും വേണം. ട്രെയിനിങ്ങിലും വേണം മോട്ടിവേഷൻ. മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ആക്ഷൻ എടുപ്പിച്ച് അവരെ പരിവർത്തിപ്പിച്ചിട്ട് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അവിടെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ മുൾമുനെ നിർത്തിയിട്ട് എന്നാ ഞാൻ പോട്ടെ, ഇനി ബാക്കി നീ ചെയ്തോ. കൂടെ നിൽക്കാൻ പറ്റണം. കൂടെ നിന്ന് മാറ്റിയിട്ട് മാറടാന്ന് പറയണം. അവിടെ നിന്നിട്ട് ചെയ്യടാ, അല്ല ചെയ്യടാന്നൊന്നും പറയാൻ പാടില്ല. അഡൽട്ട് ലേണിംഗ് പ്രിൻസിപ്പിൾസിൽ ചെയ്യടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്നാ നീ ചെയ്തോന്ന് പറഞ്ഞിട്ട് അവനിട്ട് പോകും. അപ്പൊ ചെയ്യടാന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ. അവിടെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, അതാണ് മനുഷ്യത്വം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു നല്ല മനുഷ്യനാവലാണ് നല്ലൊരു ട്രെയിനർ എന്ന് പറയുന്നത്. അതായത് ആളുകളോട് ഏറ്റവും നമ്മൾ എപ്പോഴും ഒരു ട്രെയിനിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിനെ പോലും ഞാൻ സാറേ അല്ലെങ്കിൽ മാം എന്ന് ഞാൻ വിളിക്കാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രെയിനിങ്ങിൽ പിന്നെ അത്യാവശ്യം നോളജ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഫീൽഡിൽ നോളജ് ഉള്ള ആൾക്കാരാണ് അല്ലെ. വേറെ ആൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ്. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ് നെറ്റ്വർക്ക് എഞ്ചിനീയറിൽ എനിക്ക് ഒന്നും അറിയില്ല. അദ്ദേഹം അതിൽ ബിടെക് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിൽ പുലിയാണ്, ഞാൻ എൻ്റെ പുലിയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യേണ്ടവരാണ്. അപ്പോ നമ്മൾ ഇങ്ങനെ ഒരു പരിവർത്തനം ചെയ്യുന്ന ഒന്നാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ട്രെയിനിങ് എന്താണെന്ന് നമ്മൾ അറിയണം. എന്തിനാണ് ട്രെയിനിങ് എടുക്കുന്നത്? അതാണ് നീഡ് അനാലിസിസ് എന്ന് പറയുന്നത്. നീഡ് അനാലിസിസ്. ട്രെയിനിങ് ആവശ്യമുണ്ടോ? എവിടെയാണ് ആവശ്യം? നീഡ് അനാലിസിസ്, ദ ഗ്യാപ്പ്. എന്താണ്? എവിടെയാണോ നമ്മൾ നിൽക്കുന്നത്, എവിടെയാണോ എത്തേണ്ടത്, ഇതാണ് ഗ്യാപ്പ്. നീഡ് അനാലിസിസ് അല്ലെ. നീഡ് അനാലിസിസ് എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അതിൽ നിന്ന് അതിന്റെ കൃത്യമായിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ട്രെയിനിങ് നീഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോ അത് നമുക്ക് എന്താണ്, അവിടെ നമുക്ക് അത് കൃത്യമായിട്ട് നമുക്ക് നമ്മളത് പഠിക്കണം. എങ്ങനെയാണ് ട്രെയിനിങ് നീഡ് അനാലിസിസ് ചെയ്യുക അല്ലെ. എന്താണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മൾ ഒരു ട്രെയിനിങ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും ആൾക്കാർ ഉണ്ടാവുക. ആൾക്കാർ എവിടെ ഉണ്ടാവുക? ഈ അക്കരയിലായിരിക്കും ഉണ്ടാവുക. ഈ അക്കരയിൽ നിന്ന് നമുക്ക് ഇക്കരയിലേക്ക് എത്തിക്കണം. ഇവിടെ ഈ ബ്രിഡ്ജാണ് നമ്മുടെ ട്രെയിനിങ്. എന്താണ്? എക്സിസ്റ്റിംഗിൽ നിന്ന് റിക്വയർഡിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അവരെ. അതല്ലാതെ ഇവിടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ നിർത്തിയിട്ട് നമ്മൾ പോകൂല. മറിച്ച് എന്താണ്, ഇവരെ ഇപ്പുറത്തേക്ക് എത്തിക്കും. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ എന്താണ് ഇവരെ സ്വയം പര്യാപ്തരാക്കുന്നത്. ഇതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതാണ് നീഡ് അനാലിസിസ്. നീഡ് അനാലിസിസ് ചെയ്ത് അതോടൊപ്പം തന്നെ ഓഡിയൻസ് അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിനിങ് തുടങ്ങുക. അങ്ങനെ ഒരു ഓഡിയൻസ് അനാലിസിസും ട്രെയിനിങ് നീഡ് അനാലിസിസ് ഒക്കെ ചെയ്ത് നമ്മൾ എന്താണ്, എന്നിട്ടാണ് നമ്മൾ കോണ്ടന്റ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ടാണ് പിന്നെ നമ്മളൊരു ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ട്രെയിനിങ് എടുക്കണം എന്ന് ആലോചിക്കുക. അപ്പോ എല്ലാവർക്കും ഒരേപോലെ എല്ലാ ട്രെയിനിങ് എടുക്കുക. രാവിലെ ക്ലാസ് എടുത്തിട്ടുണ്ടാവും, അതേ ടോപ്പിക് തന്നെ ആയിരിക്കും വൈകിട്ട് എടുക്കാനുണ്ടാവുക. പക്ഷെ ഓഡിയൻസ് വ്യത്യാസമാണ്. ഞാൻ പറയാറുണ്ട്, ഒരു കറക്റ്റ് ഉദാഹരണം ഞാൻ പറയാന്ന് വെച്ചാൽ, കഴിഞ്ഞ എക്സാമിന്റെ സമയത്ത് എനിക്കൊരു ട്രെയിനിങ് എടുക്കാൻ അവസരം കിട്ടി. അപ്പോ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കേണ്ടത്. അപ്പോ 500 കുട്ടികളുണ്ട്, അവർക്കാണ് ട്രെയിനിങ് എടുക്കുക. 500 കുട്ടികളാണ്. അപ്പൊ ജില്ലയിലെ 3ാമത്തെ സ്കൂളാണ്. അപ്പോ അവിടെ 500 കുട്ടികൾക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, സാറേ 500 കുട്ടികൾക്ക് ഒരുമിച്ച് എടുത്താൽ നമുക്ക് സക്സസ് ആവില്ല. നമുക്ക് എന്ത് ചെയ്യാം, 4 സെഷൻ ആയിട്ട് എടുക്കാം. 125 കുട്ടികൾ. അപ്പൊ 125 കുട്ടികൾ ആദ്യം രാവിലെ പിന്നെ ഒരു ദിവസം ഒരു ടീമാണ്, ഓരോ ടീമായിട്ടാണ് ക്ലാസ്. അപ്പോ ഓരോ ടീമിലും വരുന്നത്, ആദ്യത്തെ ടീം വരുന്നത് ആരാണ്? A+ ടീം. അതായത് ആ പ്രസ്റ്റീജിയസ്, അവര് ഫുൾ എന്താണ് A+ കട്ട, അവരാണ് ആ സ്കൂളിന്റെ അഭിമാന താരങ്ങൾ. എന്നാൽ 4ാമത്തെ ടീം ഏതാണ്? ഇവരെന്താണ്, ജയിക്കൂലേ, പൊട്ടൂലേ, ആ ടീമാണ് 4ാമത്തെ ടീം. അപ്പൊ 1ാമത്തെ ടീമിന് എടുക്കുന്നതും 4ാമത്തെ ടീമിന് എടുക്കും. ഒരേ ടോപ്പിക്കാണ്, ദ സെയിം ടോപ്പിക്, എക്സാം സൈക്കോളജി. ഒരേപോലെയാണോ നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്? ഒരേ സ്റ്റോറി ആണോ പറയേണ്ടത്? ഒരേ ഉദാഹരണമാണോ പറയേണ്ടത്? ഒരേ മോട്ടിവേഷൻ ആണോ കൊടുക്കേണ്ടത്? നോ, നെവർ. കോണ്ടന്റ് മാറണം, സ്ക്രിപ്റ്റ് മാറ്റണം, അഭിനയം മാറ്റണം അല്ലേ, വാക്കുകളും വ്യവഹാരങ്ങളൊക്കെ മാറ്റണം.
അപ്പൊ നമ്മളിൽ എപ്പോഴും ഇന്റർനെറ്റിൽ നിന്ന് ഒരു സാധനം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒരു PPT. ആ PPT എല്ലായിടത്തും PPT എങ്ങനെയാണോ പോണത് അങ്ങനെ ആയിരിക്കും നമ്മൾ പോവാ. PPTയിൽ എങ്ങനെയാണ് അതിനേക്കാൾ അപ്പുറത്ത് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അടുത്തത് ആ PPT ആണ്. അപ്പൊ അതിനനുസരിച്ച് പറയണമല്ലോ. ഏറ്റവും വലിയ അബദ്ധം എന്റെ ക്ലാസ്സിന് വരും ഏറ്റവും കൂടുതൽ ആൾക്കാർ, സാറേ PPT ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു സാധനം. ഞാൻ ഉണ്ടാക്കിയ PPT എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യാതെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദയനീയമായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ്. ഞാൻ എനിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത PPT അത് നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യാതെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ് ദയനീയമായിരിക്കും. കാരണം എന്താണ്, എന്റെ വേ ഓഫ് തിങ്കിങ്ങോ എന്റെ വേ ഓഫ് പെർസെപ്ഷനോ എന്റെ വേ ഓഫ് മെത്തേഡോ അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് PPT ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. കോണ്ടന്റ് നിങ്ങൾ സ്വന്തമായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും, അല്ലെ? പാട്ട് പാടുന്ന കണ്ടിട്ടില്ലേ? ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് പാട്ട് പാടുക. യേശുദാസ് പാടുന്ന പോലെയല്ല ചിത്ര പാടുന്നത് പോലെയല്ല, അല്ലെ? MG ശ്രീകുമാർ പാടുന്നത്. എന്താ എല്ലാരും വ്യത്യസ്തത്തിലാണ് പാടുന്നത്. എല്ലാവരുടെ പാട്ടും അടിപൊളിയാണ്. ഒരാള് യേശുദാസിനെ പോലെ തന്നെ പാടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇമിറ്റേറ്റിംഗ് അല്ല, കോപ്പിയടിയാണ് പറയുക. ആള് പറയും ഇത് യേശുദാസിനെ പോലെ ഉണ്ടല്ലോ. അയാളുടെ അസ്തിത്വത്തിനെ പോലും പോയി. ഏത് ഞാനിപ്പോ യേശുദാസിനെ ഇമിറ്റേറ്റ് ചെയ്ത് പാടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഓർക്കുക ആരായിരിക്കും? ഇത് യേശുദാസിനെ പോലെ ഉണ്ടല്ലോ എന്നാ പറയാ. അന്നെ ഓർക്കും ആരെങ്കിലും? അതായത് എനിക്ക് അസ്തിത്വം ഇല്ല, എനിക്കെന്തില്ല, ഞാനില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളാവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് എന്താണ് കോണ്ടന്റ് ഡെവലപ്മെന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോണ്ടന്റ് ഡെവലപ്മെന്റ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും? കോണ്ടന്റുകൾ നമ്മൾ കണ്ടെത്തുക. വ്യത്യസ്തമായിട്ടുള്ള വഴികളുണ്ട്. ആ വഴികളിലൂടെ നമ്മൾ കണ്ടെത്തി അതിനെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, PPT വെച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം, വീഡിയോസ് ഉപയോഗിക്കാം, സ്റ്റോറീസ് ഉപയോഗിക്കാം, പോസ്റ്ററുകൾ ഉപയോഗിക്കാം. ഇങ്ങനെ തുടങ്ങിയ ആ കോണ്ടന്റിനെ നിങ്ങൾ എന്ത് ചെയ്യും? കോണ്ടന്റിനെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും, അല്ലെ? കോണ്ടന്റിനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയും. അതാണ് അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ കോണ്ടന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയയാണ്. നമ്മൾ മനോഹരമായിട്ട് നമ്മൾ അതിനെ നമുക്ക് ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റണം. അതിനെ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അപ്പോ ഒരു ഒരു ട്രെയിനിങ്ങിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ADDIE മെത്തേഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആദ്യം പിന്നെ ഇതാണ് ADDIE. ആദ്യം അനാലിസിസ് ആണ്, അതിൽ അണ്ടർസ്റ്റാൻഡിങ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് ഓഡിയൻസ്, അല്ലെ? ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവണം. അതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഈ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ലാസ്റ്റ് എന്തായിരിക്കും ഇവർക്ക് കിട്ടുക, ഇവരെങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത്, അല്ലെ? അതായത് ഈ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാലും കഴിയുന്ന സമയത്ത് 10 മണിക്ക് തുടങ്ങി വൈകിട്ട് 4 മണി വരെയാണ്. അപ്പൊ 4 മണിക്ക് എന്റെ മുന്നിലിരിക്കുന്ന ലേണേഴ്സ് എങ്ങനെ ആയിട്ടുണ്ടാവണം, അതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അതായത് 10 മണി മുതൽ 4 മണി വരെ ട്രെയിനിങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ട് ചായ കൊടുത്ത് വിടുന്ന സമയത്ത് ഈ ലേണർ നമ്മുടെ മുമ്പിലിരിക്കുന്ന അവൻ എന്തായി തീർന്നിരിക്കണം, അതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കോണ്ടന്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ കോണ്ടന്റ് ഡെവലപ്പ് ചെയ്തിട്ട് അതങ്ങനെ ആകുമെന്നല്ല, അല്ലെ? ഞാനിപ്പോ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആദ്യം കോഴിക്കോട് സെറ്റ് ചെയ്യും. മാപ്പിൽ ഗൂഗിൾ മാപ്പ് എടുക്കും, അല്ലെ? ഗൂഗിൾ ചേച്ചീനെ വിളിക്കും, എന്നിട്ട് മാപ്പിൽ സെറ്റ് ചെയ്യും, കോഴിക്കോട് നിന്ന് അടിക്കും. കോഴിക്കോട് നിന്ന് അടിച്ചിട്ട് എന്താണ് അങ്ങോട്ട് പോകും. കോഴിക്കോട് ആദ്യം സെറ്റ് ചെയ്യും. അപ്പോ എന്താണ് എനിക്ക് അവിടെ കൃത്യമായിട്ട് എത്താൻ പറ്റും. അപ്പൊ ഇതേപോലെ ഇതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്. ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് തുടങ്ങാം. അപ്പൊ അത് തുടങ്ങി നമ്മൾ എന്താണ് അത് പിന്നെ അനാലിസിസ്, അത് അതിന്റെ എയുടെ ഭാഗമാണ് അത് അണ്ടറിൽ വരുന്നത്. പിന്നെ ഡിസൈൻ, നമ്മൾ കോണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നു, കോണ്ടന്റ് ഡിസൈൻ ചെയ്യുന്നു, പിന്നെ ആ കോണ്ടന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു PPTയോ ഗെയിംസ് എല്ലാം വെച്ചിട്ട്, പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അല്ലെ? പിന്നെ നമ്മൾ എന്താണ് ഇവാലുവേഷൻ, ലാസ്റ്റ് ആണ് അത് നമ്മൾ ഇവാലുവേഷനിലേക്ക് പോകും. അപ്പൊ ഇതേ രൂപത്തിൽ നമ്മൾ എന്താണ് കോണ്ടന്റ് നമ്മൾ ചെയ്യണം. കോണ്ടന്റ് ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, അല്ലെ? സ്ക്രിപ്റ്റ് റെഡി. എന്താണ് നല്ല അതാണ് കോണ്ടന്റ് ഡെവലപ്മെന്റ്. എന്താണ് സ്ക്രിപ്റ്റ് ആണ്, നല്ല സ്ക്രിപ്റ്റ് ആണ്. പക്ഷെ ഡയറക്ഷൻ
ആൻഡ് ആക്ഷൻ. പോയി. നല്ല സ്ക്രിപ്റ്റ് ആണ്, നല്ല കഥ, അടിപൊളി കഥയാണ്. കഥ നമ്മുടെ നല്ല സൂപ്പർ കഥയാണ്, കഥ ഒക്കെ നല്ല അടിപൊളിയാണ്. പക്ഷെ എന്താണ്, ഡയറക്റ്റ് ചെയ്ത ആളും അത് അഭിനയിച്ച ആളും പോയി. വല്ല കാര്യണ്ടാ? പടം 8 നിലയിൽ പൊട്ടോ ഇല്ലേ? എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊന്നും പറയില്ലല്ലോ. കേൾക്കണ്ട നിങ്ങള്? പൊട്ടും പൊട്ടും 8 നിലയിൽ പൊട്ടൂല്ലേ? അപ്പൊ അതാണ് എന്ത്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇംപ്ലിമെന്റേഷനിൽ തന്നെ ഓരോ പാർട്ടാണ്. ട്രെയിനിങ്ങിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഓരോ പാർട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർട്ട്, ഹൗ ടു സ്റ്റാർട്ട്. ഹൗ ടു സ്റ്റാർട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ പോയിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യല ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ പറയും, ആദ്യം എന്താണ്, ആങ്ഷ്യസ് മോഡിൽ നിന്ന് നമ്മൾ എന്താണ്, അവരെ ഓപ്പൺ മോഡിലേക്ക്, റിലാക്സ്ഡ് മോഡിലേക്ക് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യണം. അല്ലെ? എവിടെ ട്രെയിനിങ്ങിന് നമ്മൾ പോയി കഴിഞ്ഞാലും, ട്രെയിനിങ് അല്ല, വീട്ടിൽ നിന്ന് ഒരു എക്സാം എഴുതാൻ പോയി, വി ആർ ആങ്ഷ്യസ് അല്ലെ? വീട്ടിൽ നിന്ന് നമ്മൾ ഒരു പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, ആങ്ഷ്യസ് അല്ലെ? എല്ലാവരും എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും, ഏത് കോഴ്സിന് നമ്മൾ ഫസ്റ്റ് ഡേ നോക്കിക്കോ, ഫസ്റ്റ് ഡേ ആങ്ഷ്യസ് ആയിരിക്കും. ആ സ്റ്റാർട്ടിങ്. കാരണം എന്താണ്, ഇതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക, സാർ എങ്ങനെയായിരിക്കും, ക്ലാസ് എങ്ങനെയായിരിക്കും. സോ ദാറ്റ് ആങ്സൈറ്റി എന്താണ്, നമുക്ക് ഓവർകം, അവരെ അതിൽ നിന്ന് മാറ്റിയിട്ട് അവരെ പഠിക്കാനുള്ള ഒരു മോഡിലേക്ക് എത്തിക്കണം. പഠിക്കാന്ന് പറഞ്ഞാൽ ഓപ്പൺ മൈൻഡ് ഈസ് ഗ്രേറ്റ് ഫോർ ലേണിംഗ്. ആങ്ഷ്യസ് മോഡ് ഈസ് ഗ്രേറ്റ് ഫോർ ആക്ടിങ് എന്നുള്ളതാണ്. ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആങ്ഷ്യസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ആക്ട് ആണ് ചെയ്യുക. എന്ത് ആക്ട് ചെയ്യും? ഞാൻ ആങ്ഷ്യസ് അല്ല എന്ന് ആക്ട് ചെയ്യും അല്ലെ? നമുക്ക് ഉത്കണ്ഠ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഉത്കണ്ഠ ഉണ്ടെങ്കിൽ, ഞാൻ ഉത്കണ്ഠയില്ല, എനിക്ക് ഉത്കണ്ഠയില്ല, എനിക്ക് പേടിയില്ല, എനിക്ക് വിറയലില്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ. അതുകൊണ്ടാണ് പബ്ലിക് സ്പീക്കിങ്ങിൽ നമ്മൾ പലപ്പോഴും പ്രശ്നമാവുന്നത്. നമ്മൾ പഠിച്ചെന്ന് മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അതല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വായിൽ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ പേടി കാരണം എന്താണ്, ആ പേടിയെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ആദ്യം നോക്കുക. അപ്പൊ പേടിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ പഠിച്ചത് അവിടെ നിന്നാണ്, പഠിച്ചത് അവിടെ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തതൊക്കെ ഇങ്ങോട്ട് വരില്ല. ആദ്യം നമ്മൾ പേടിയെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത് അല്ലെ? അപ്പോ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ആങ്ഷ്യസ് മോഡിൽ നിന്ന് ഓപ്പൺ മോഡിലേക്ക് നമ്മുടെ ലേണേഴ്സിനെ, ട്രെയിനീസിനെ നമ്മൾ മാറ്റി അവിടെ ക്രെഡിബിലിറ്റി, വാംത്ത്, ഐസ് ബ്രേക്കേഴ്സ് ഒക്കെ കൊടുത്ത് ആണ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയുണ്ട് അല്ലെ? ഈ പറഞ്ഞ റിലാക്സ്ഡ് മോഡിലേക്ക് മാറ്റണം, ഐസ് ബ്രേക്കേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണം, അതേപോലെ തന്നെ നല്ല ഓപ്പണിംഗ് ഉണ്ടാകണം. ഇങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചതിന് ശേഷമാണ് നമ്മൾ താഴേക്ക് പോകുക. അതേപോലെ തന്നെ അതിന്റെ ഗ്രൗണ്ട് റൂൾസ്, ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെ നമ്മൾ പറയണം ട്രെയിനിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ. കാരണം എന്താണ്, ഒരു ട്രെയിനിങ്ങിന്റെ ആദ്യത്തിൽ തന്നെ നമുക്ക് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റണം. ഞങ്ങൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ മാറ്റിയിരിക്കും. ഈ കോഴ്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഈ ഒരു ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, ഇതെന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്, ഇത് പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യും, എപ്പോ തുടങ്ങും, എപ്പോ അവസാനിക്കും അല്ലെ? എപ്പോ നിങ്ങൾക്ക് ഉച്ചക്ക് ഭക്ഷണം ഏത് സമയത്താണ്, 1 മണിക്കാണോ? അതടക്കം നമ്മളെ ട്രെയിനിങ്ങിന്റെ ആദ്യത്തിൽ പറയും. കാരണം എന്താണ്, ചില ആളുകൾക്ക് ഇങ്ങനെ ഇനി എപ്പോഴായിരിക്കും ചോറ് കിട്ടുക, അങ്ങനെ ആലോചിക്കുന്നവരുണ്ടാവും അല്ലെ? അങ്ങനെ ഉണ്ടാവും ആൾക്കാർ. ചില ആൾക്കാർ 4 മണിക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് വന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ മനസ്സിൽ എപ്പോഴും എന്തായിരിക്കും, 4 മണിക്ക് കഴിയോ, 4 മണിക്ക് കഴിഞ്ഞ് പോകാൻ പറ്റുമോ? അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ പറയണം, വി വിൽ സ്റ്റോപ്പ് അറ്റ് 3:30. പക്ക പറയണം. അപ്പൊ അവൻ കോൺഫിഡന്റ് ആയി. പിന്നെ അവൻ ട്രെയിനിനെ കുറിച്ച് ആലോചിക്കില്ല. മറ്റേതെന്താണ്, കഴിയോ, എനിക്ക് ട്രെയിൻ പോവോ? അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് ഇതിന്റെ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൂടെ നമ്മൾ എന്താണ് കടന്നു വരണം. ഹൗ ടു സ്റ്റാർട്ട് അല്ലെ? ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ ഡീലിംഗ് ഓഡിയൻസ്, ഡീലിംഗ് ലേണേഴ്സ് അല്ലെ? ലേണിംഗ് സ്റ്റൈലുകൾ
നമ്മൾ മനസ്സിലാക്കണം. മെത്തേഡുകൾ, റോൾ പ്ലേസ്, കേസ് ഡിസ്കഷൻസ്, ആക്ടിവിറ്റീസ്, ഇതൊക്കെ നമുക്ക് എന്താണ് അതിൽ ഏതൊക്കെയാണോ സ്യൂട്ടബിൾ അത് നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ ഓഡിയൻസിനെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ എഫക്റ്റീവ് ആണ്. കാരണം ട്രെയിനിങ് എന്ന് പറയുന്നത് തന്നെ മനസ്സിലാക്കിക്കോ, സ്പീക്കിംഗ് എന്ന് പറയുന്നത്, സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ സബ്ജക്റ്റ് എന്നുള്ളതാണ്. സബ്ജക്റ്റിലായിരിക്കും ഫോക്കസ്. എന്താണ് ഒരു സ്പീച്ചിനെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റ് ആണ് മെയിൻ. ആ സബ്ജക്റ്റിൽ നിന്നുകൊണ്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുക. അവിടെ ഓഡിയൻസിന് പ്രത്യേകിച്ച് റോളില്ല. ട്രെയിനിങ്ങിൽ ഫോക്കസ് ഓൺ ലേണേഴ്സ് എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ ലേണേഴ്സ്. നമ്മൾ ഇവിടെ നിന്ന് കുറെ കോണ്ടന്റ് പറയുന്നത് അവരൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് സ്കില്ലിലും എന്ത് ആറ്റിറ്റ്യൂഡിലും എന്ത് മാറ്റം അവർക്ക് ഉണ്ടാവും? ഒരു മാറ്റം ഉണ്ടാവില്ല. മറ്റേത് സ്പീച്ചാണ്, ഇതെന്താ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് ഫോക്കസ് ഓൺ എവിടെയാണ്? ലേണേഴ്സ്, ട്രെയിനീസിലാണ്. അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ഈ നമ്മൾ ഉണ്ടാക്കിയ ടോപ്പിക് പോലും കസ്റ്റമൈസ് ചെയ്യും ചിലപ്പോൾ. അപ്പൊ ഡീലിംഗ് ഓഡിയൻസ് അല്ലെ, അവരുടെ മൈൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? വെറുതെ ഇരിക്കുമല്ലോ, ഇതിങ്ങനെ കറങ്ങി നടക്കുള്ളൂ മൈൻഡ് അല്ലെ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കുറച്ചു നേരം ഇരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണാൻ നമ്മൾ അപ്പുറത്തൊക്കെ പോയിട്ട് നമ്മുടെ മൈൻഡ് കറങ്ങി അടിക്കും. അവിടെ നമ്മളവിടെ ഇരിക്കുന്നുണ്ടാവും അല്ലെ. ഒന്നാമത്തെ പോയിന്റിൽ നമ്മുടെ മൈൻഡ് അവിടെ ഉണ്ടാവും. പിന്നെ ഒരു അഞ്ചാമത്തെ പോയിന്റ് വായിക്കുമ്പോഴായിരിക്കും അഞ്ചാമത് എത്തി. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ എവിടെ പോയി? ഇതിന്റെ ഇടയിൽ ഞാൻ എവിടെ പോയി അല്ലെ. അപ്പൊ അടുത്തിരിക്കണവനെ നോക്കുന്ന സമയത്ത് അവൻ 1, 2, 3, 4 ഒക്കെ എഴുതിണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ 2 മുതൽ 4 വരെ നമ്മൾ ഏതോ ഒരു ബീച്ചിൽ പോയി കറങ്ങിയടിച്ച് തിരിച്ചു വന്നു. അപ്പൊ ഇതേപോലെ ഒരു ട്രെയിനർ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ട്രെയിനർ, അപ്പൊ ഞാനിപ്പോ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അപ്പൊ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ട്രെയിനിങ്ങിൽ ഏതെങ്കിലും ആൾക്കാർ ഉറങ്ങുന്നുണ്ടെങ്കിൽ എന്താ ഉറങ്ങുന്നതെന്ന് ചോദിക്കണ്ട. ഉറങ്ങുന്നതിന്റെ കാരണം ആരാണ്? നിങ്ങളാണ്. കാരണം ആരാണ്? നിങ്ങളാണ് ഉറങ്ങുന്നതിന് കാരണം. നിങ്ങളുടെ ട്രെയിനിങ് ബോറായത് കൊണ്ടാണ് അവരുറങ്ങുന്നത്. നിങ്ങളുടെ ട്രെയിനിങ് അവരുറങ്ങാത്ത വിധത്തിലേക്ക് പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതാണ് ഡീലിംഗ് ഓഡിയൻസ്. ചോദ്യങ്ങൾ ഉണ്ടാകണം അല്ലെ, അവരെ കൊണ്ട് ചോദിക്കണം, അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കണം, അവരുടെ ആൻസറുകൾ നമ്മൾ കൃത്യം സാഗൂതം നമ്മൾ കേൾക്കണം, നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ഡീലിംഗ് ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ നന്നായി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, മടി പിടിച്ചിരിക്കുന്നവരുണ്ടാകും, അതേപോലെ തന്നെ തണുപ്പ് അനുഭവപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ടോക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, ഇടയ്ക്കിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ടാവും, നമ്മളെ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയുള്ളവരുണ്ടാവും. ഇങ്ങനെ തുടങ്ങി പല ടൈപ്പ് ആളുകൾ ഉണ്ടാവും. ഇവരെയൊക്കെ നമ്മൾ സംയമനത്തോടെ ഇടപെടണം. ഒരാൾ വന്ന് ചൂടായി കഴിഞ്ഞാൽ അതേ ചൂടിൽ അങ്ങോട്ട് തിരിച്ചു പറയല്ല. എന്താണ് ഡീലിംഗ് അവർ സെൽഫ്. അത് കഴിഞ്ഞിട്ടാണ് ഡീലിംഗ് ഓഡിയൻസിലേക്ക് പോവുക. ഡീലിംഗ് അവർ സെൽഫ്, കൺട്രോൾ അവർ സെൽഫ്. നമ്മളെ കൺട്രോൾ ഇടാൻ പാടില്ല അല്ലെ. അവന് ആ ട്രെയിനിങ് എടുക്കാൻ പോയിട്ട് കൺട്രോൾ വിട്ടുപോയി എന്ന് പറയും. അപ്പൊ അത് എന്താ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ ഡീലിംഗ് ഓഡിയൻസ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നല്ല ഫീഡ്ബാക്കുകൾ പറയാൻ നമ്മൾ പഠിക്കുക. ഇതൊക്കെ എന്താണ് അതിന്റെ ആ ഒരു ട്രെയിനിങ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്ക് പറയാൻ, അതേപോലെ തന്നെ ഒരു ട്രെയിനിങ്ങിന്റെ ഇവാലുവേഷൻ ചെയ്യാൻ, ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ ഗെയിംസ്, എനർജൈസേഴ്സ്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ എന്താണ് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണൽ ട്രെയിനർ ആയിട്ട് മാറാൻ പറ്റും. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതൊക്കെ പഠിച്ചു, എന്നിട്ട് എന്താണ് അല്ലെ, പിന്നെ എന്റെ വൈഫ് ഇതേപോലെ തന്നെ എന്താണ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത്, പക്ഷെ എന്താണ് ഇപ്പോഴും വണ്ടി ഓടിക്കില്ല. വണ്ടി ഓടിക്കുന്നതിന് പകരം എന്താണ് വണ്ടി ഓടിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതേപോലെ പ്രൊഫഷണൽ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് നല്ല ഉഷാറായിട്ട് ഉണ്ട്, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാതെ ഇങ്ങനെ മാറി നിൽക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമോ ഓപ്പർച്യൂണിറ്റിയോ ഇല്ല എന്നുള്ളതാണ്. അപ്പോ അതുണ്ടാകണം. അതും കൂടി ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ അത് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു എൻവയൺമെന്റ് നമ്മൾ രൂപപ്പെടുത്തിയത്. അപ്പൊ നമ്മളൊരു സർക്കിള്,
അല്ലെ? ഓരോ കോഴ്സ് കഴിഞ്ഞാലും നമ്മൾ ആ ഫ്രണ്ട് സർക്കിൾ നമ്മൾ ക്ലബിലേക്ക് ആഡ് ചെയ്ത് അവിടെ ഒരു മോട്ടിവേഷൻ അല്ലെ? നമ്മൾ പലരും പലതും ചെയ്യുന്ന സമയത്ത് നമുക്കും പലതും ചെയ്യണം, അതല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന് ഒരു അപ്രീസിയേഷൻ കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കപ്പെടുകയോ, അതല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിനെ പോലെ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാഹചര്യം. അപ്പോൾ നമ്മുടെ ട്രെയിനേഴ്സ് ക്ലബിലും അതേപോലെ തന്നെ ട്രെയിനേഴ്സ് ടോക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് ട്രെയിനർമാർക്ക് വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ്. ഓരോ ദിവസവും പുതിയ പുതിയ ട്രെയിനർമാർക്ക് അവസരമാണ്. നിങ്ങൾ വന്ന് ക്ലാസ് എടുക്കൂ, അല്ലെ? നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് അവസരങ്ങൾ കൊടുത്ത് കൊടുത്ത് 1, 2, 3, 4 നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മൾ ജിജോ സാറിന്റെ കാര്യം പറഞ്ഞില്ല, നമ്മൾ നേരത്തെ സ്റ്റാറ്റസ് വെച്ച് നമ്മൾ പുതിയ പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു 2-3 അക്കാദമികൾ നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പൊ അവരുടെ ട്രെയിനിങ്ങുകൾ വരുന്ന സമയത്ത് അവർ നമ്മളെ വിളിക്കും. അവരുടെ സ്റ്റുഡൻസിന് ചില ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളെ ട്രെയിനർമാരാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് അവസരങ്ങൾ പറ്റാവുന്ന പോലെ ഇതൊന്നും നമ്മൾ എപ്പോഴും ഇതിങ്ങനെ അങ്ങനെ എന്താണ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ തൊട്ടടുത്തുള്ള ട്യൂഷൻ സെന്റർ, നമ്മുടെ ഒരു കൂട്ടുകാരി ഒരു ട്യൂഷൻ നടത്തുന്നുണ്ട്, കുറച്ച് കുട്ടികളുണ്ട്, അവരോട് ചോദിക്കുക എന്താണ് ഞാനൊന്ന് വരട്ടെ, എനിക്കൊരു ക്ലാസ് എടുക്കാൻ തരുമോ? ഒബ്വിയസ്ലി നിങ്ങൾക്ക് തരും, അല്ലെ? ഒരു 10 കുട്ടികളുള്ളൂ, പോയി എടുത്തോ, ഒരു സെൽഫ് അവയർനെസ് പോയിട്ട് എടുക്കോ, അല്ലെ? അങ്ങനെ പോയിട്ട് എടുക്കാനുള്ള ഒരു അവസരമൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെറിയ രൂപത്തിൽ ആ ഒരു ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വരിക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിന്റെ പേഴ്സണൽ ബ്രാൻഡിങ്, കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയാനുണ്ട്. യൂട്യൂബ്, നമ്മുടെ വിംബിൾ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ എന്റെ കുറെ ട്രെയിനിങ്ങുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെയൊക്കെ അതൊക്കെ എന്താണ് ഹൗ ടു ബിക്കം പോപ്പുലർ, അതൊക്കെ ഒരുപാട് സ്റ്റെപ്പുകൾ അതിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം. പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ട്രെയിനിങ്ങിൽ നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ നോളജിനെയും നമ്മുടെ വാല്യൂസിനെയും ഒക്കെ സമൂഹത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മുടെ സർവീസിനെ നമ്മൾ മനോഹരമായിട്ട് നമ്മൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ ഡെവലപ്പ് ആവുക എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുക, കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഒരു സ്കില്ല് നമ്മൾ ഒരാൾക്ക് നേടിക്കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ഒരു ഭക്ഷണപ്പൊതി കൊടുക്കുന്നത് പോലെയല്ല ഒരാൾക്ക് സ്കിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ഭക്ഷണപ്പൊതി ആ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിച്ച് അതോടുകൂടി എന്താണ് ഭക്ഷണം കൊടുക്കുന്ന വലിയൊരു പുണ്യമുള്ള കാര്യമാണ്, ഭയങ്കര പുണ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോ അതിനെ ചെറുതാക്കി കാണല്ല. ബട്ട് അയാളെ നമ്മളൊരു കാര്യം പഠിപ്പിക്കുകയാണ്, ഒരു സ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഭക്ഷണപ്പൊതി മേടിച്ച് കഴിക്കാൻ കഴിവുണ്ടാവും, അല്ലെ? അപ്പോ ഇതേപോലെ നമ്മൾ എന്താണ് ഒരാളെ നമ്മൾ കൈപിടിച്ച് നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇത് ടച്ച് ഹാർട്ട്സ്, നിങ്ങൾ ഒരാളെ ഒരു 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 സീറോയിൽ നിന്ന് ഒരാളെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, അദ്ദേഹത്തിന്റെ ബിസിനസ് ആകട്ടെ, അദ്ദേഹത്തിന്റെ മൈൻഡ് ആകട്ടെ, അദ്ദേഹത്തിന്റെ പാരന്റിങ് ആവട്ടെ, എന്തോ ആകട്ടെ, അദ്ദേഹത്തെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും നിങ്ങൾ മറക്കൂല. അദ്ദേഹത്തിന്റെ പ്രതിസന്ധിയെ ഓവർകം ചെയ്യാൻ പ്രാപ്തമാക്കിയത് നിങ്ങളാണ്. അപ്പൊ ഇതേപോലെ മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് ശരിക്കും, അല്ലെ? ട്രെയിനർമാര് നിർബന്ധമാണ്. നമ്മളുടെ പഴയകാല രീതികളൊക്കെ മാറി, ട്രെയിനിങ്ങില് വാക്കുകൾ മാറി, അല്ലെ? കുട്ടികളുടെ സംസാരത്തിലെ ഭാഷകൾ പോലും മാറി. അപ്പോ അവിടെയെല്ലാം ഭാഷകള്, പ്രവർത്തനങ്ങള്, ഇടപെടലുകള് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുതിയ ട്രെയിനിങ്ങിന്റെ ട്രെൻഡിങ്ങുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അതിലേക്ക് മാറുക, നമ്മൾ മാറി ചിന്തിക്കുക, ഇടപഴകുക, അതിനെ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഇതൊക്കെയായിരിക്കും നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ നിർവഹിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രെയിനിങ് അതല്ലെങ്കിൽ ഒരു ട്രെയിനർ ആവുക എന്നുള്ളത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യനാവുക എന്നുള്ളതിന് തുല്യമാണ്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടാകും, ആളുകളുമായിട്ട് ഡീൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാകും, ആളുകൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ പഠിച്ചിട്ടുണ്ടാകും, അതേപോലെ തന്നെ ആളുകളോട് എങ്ങനെ പെരുമാറണം, അവരെങ്ങനെ ഫ്ലെക്സിബിൾ ആകണം, എങ്ങനെ ഓപ്പൺ ആകണം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ടാകും. ഒരുപാട് നെറ്റ്വർക്കുകൾ സാധ്യമാക്കാൻ പറ്റിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മളൊരു ട്രെയിനിങ് നമ്മൾ സാധ്യമാക്കേണ്ടത്. അപ്പൊ നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2 മാസത്തെ കോഴ്സാണ്. കേവലം ഒരു ദിവസം കൊണ്ട് നമുക്കൊരു പുതിയ ഒരു സീറോയിലുള്ള ഒരാളെ നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ
ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ഒരു സെൽഫ് അവയർനെസ് കൊടുക്കണം. ഇപ്പോൾ സെൽഫ് അവയർനെസ് കൊടുക്കും, കമ്മ്യൂണിക്കേഷനിൽ ഒരു ചെറിയൊരു നമ്മളൊരു ക്ലാസ് കൊടുക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തിനാണ് നമ്മൾ ഒരു അതിന്റെ ബെനിഫിറ്റും സ്കോപ്പും ഒക്കെ നമ്മൾ പഠിപ്പിച്ച്, അഡൾട്ട് ലേണിംഗ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിപ്പിച്ച്, ട്രെയിനിങ്ങിന്റെ നീഡ് അനാലിസിസും ഓഡിയൻസ് അനാലിസിസ് ഒക്കെ പഠിപ്പിച്ച്, കോണ്ടന്റ് എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്ന് പഠിപ്പിച്ച്, ലേണിങ്ങിന്റെ സ്റ്റൈലുകൾ, നമ്മുടെ ലേണേഴ്സിന്റെ സ്റ്റൈലുകളൊക്കെ പഠിപ്പിച്ച്, അതിന്റെ മെത്തേഡുകൾ എങ്ങനെയൊക്കെയാണെന്ന് പഠിപ്പിച്ചിട്ട്, അതിനുശേഷം എന്താണ് ട്രെയിനിങ് എങ്ങനെ പോയിട്ട് എടുക്കണം അല്ലെ. ഒരു ട്രെയിനിങ്ങിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ മുതൽ നമ്മൾ എങ്ങനെ നടന്ന് അവിടേക്ക് പോകണം, എങ്ങനെ അവിടെ ഇരിക്കണം, എങ്ങനെ ഓഡിയൻസിനെ നോക്കണം, എങ്ങനെ തുടങ്ങണം എന്നതൊക്കെ തുടങ്ങിയിട്ട് പിന്നെ ഡീലിംഗ് ഓഡിയൻസ്, പബ്ലിക് സ്പീക്കിംഗ്, ഈ പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു സംഭവമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അത് ഒരു സീറോയിൽ നിന്ന് തുടങ്ങുന്ന ഒരാൾക്ക് പബ്ലിക് സ്പീക്കിംഗ് അറിയണം. അപ്പോൾ അത് അതിന്റെ ഭാഗമായിട്ട് പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പ്രധാനം, ഡീലിംഗ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഹൗ ടു ഗിവ്, പിന്നെ ഫീഡ്ബാക്ക് എങ്ങനെ പറയണം, എങ്ങനെ ഗെയിംസ് കൊടുക്കണം, അതേപോലെ തന്നെ റീഡിങ്, സ്റ്റോറി ടെല്ലിങ്, പേഴ്സണൽ ബ്രാൻഡിങ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് ട്രെയിനേഴ്സ് ക്ലബിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് വീക്കിലി നമുക്കൊരു സെഷൻ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ഒരാളെ, അപ്പൊ എന്താണ് സംഭവിക്കുക, ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ്, പഴയ മൈൻഡിൽ നിന്ന് നമ്മൾ പുതിയൊരു മൈൻഡിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ജേണി ആയിട്ടായിരിക്കും നമ്മൾ ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആയിട്ട് മാറുക. അപ്പൊ നേരത്തെ പറഞ്ഞ പ്രൊഫഷണൽ ട്രെയിനർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. എങ്ങനെയാണ് നമ്മൾ വന്ന് ട്രെയിനിങ് എടുക്കുമ്പോൾ അത് ഒരു പ്രൊഫഷണൽ രീതിയായിരുന്നു കേട്ടോ, അവരുടെ സംസാരവും അവരുടെ വേഷവും ഇടപെടലും അഹങ്കാരം അല്ലട്ടാ. അപ്പോ ആ ഒരു രീതിയിൽ നമ്മൾ ഉള്ള ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അതാണ് നമ്മളെ ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആക്കി മാറ്റുക. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ നാരങ്ങയിൽ നിന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ലെമൺ ജ്യൂസിലേക്കുള്ള ഒരു പരിവർത്തനമായിരിക്കും ഒരു പ്രൊഫഷണൽ ട്രെയിനറിലൂടെ നിങ്ങൾക്ക് സാധ്യമാവുക. അങ്ങനെ സാധ്യമാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ സെഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു വേണ്ടിയിട്ട് മൈക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. ഓക്കെ. ഹലോ സാറേ, ഞാൻ സബീർ ഫ്രം മൂവാറ്റുപുഴ. ഓക്കെ സബീർ, പറയൂ. സാറേ, ഒരു ട്രബിൾ മേക്കർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സാർ പറഞ്ഞതിന്റെ കൂടെ ആഡ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ എന്റെ മനസ്സിൽ തന്നെ ഓർമ്മ വന്നേ. നമുക്ക് ആദ്യം ഒരു നാച്ചുറാലിറ്റി വേണം. ഇപ്പൊ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ഒക്കെ ചെയ്യുന്നത് അവരെ വേറെ ആരോ അനുകരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവർ സ്പോട്ടും സൂട്ടൊക്കെ ഇട്ട് ഞാനൊരു വ്യത്യസ്തനായ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ശരീരഭാഷയൊക്കെ അങ്ങനെ പല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പ്രൊഫഷണൽ ആയിട്ട് ട്രെയിനിങ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ആദ്യം മാറ്റേണ്ടത് നമ്മളെ തന്നെ വിശ്വസിക്കുക. അതാണ് എനിക്ക് എന്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത്. പിന്നെ നാണം, പേടി, അങ്ങനെയുള്ള ഭയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ നമുക്ക് സാറ് പറഞ്ഞ ആഗ്രഹത്തെ കുറിച്ച്, ആഗ്രഹം അല്ല സാർ ശരിക്കും അടങ്ങാത്ത ആഗ്രഹം. നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിക്കുന്ന ആ ആഗ്രഹം ഉണ്ടല്ലോ. ആ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏതൊരാൾക്കും ട്രെയിനർ ആവാമെന്നാണ് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. ഞാൻ ചില വിദ്യാഭ്യാസമായിട്ട് ഇപ്പം പുറകിലുള്ള ആളാണ്. എങ്കിലും നമ്മൾക്കൊരു അടങ്ങാത്ത ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് ആ മേഖലയിൽ എത്തിപ്പെടാം എന്നും ഞാൻ കരുതുന്നു. അപ്പൊ സാറ് നമ്മളിപ്പോ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഇടപെട്ടാലാണ് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പ്രൊഫഷണൽ ആകുന്നതോടൊപ്പം നമ്മൾ നാച്ചുറാലിറ്റിയെ കീപ്പ് ചെയ്യണമെന്നും ഞാൻ ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. തീർച്ചയായിട്ടും വളരെ സന്തോഷം. അതിൽ അടങ്ങാത്ത ആഗ്രഹത്തെ കുറിച്ചൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബീർ സാർ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലെ. ഓക്കെ, എന്തായാലും അടങ്ങാത്ത ആഗ്രഹത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ടും അടങ്ങാത്ത ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ അല്ലെ. സാധാരണ സ്വപ്നങ്ങൾ അല്ലെ, APJ അബ്ദുൽ കലാമിന്റെ കോട്ടൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. അപ്പോ പിന്നെ അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നാച്ചുറാലിറ്റി ആണ് ഇപ്പോഴത്തെ ട്രെയിനിങ്ങിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് അല്ലെ. പഴയ കാലത്തെ ഒരു ട്രഡീഷണൽ വേയിൽ നിന്ന് മാറുമ്പോഴാണ് നാച്ചുറാലിറ്റി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ നമ്മളായിട്ട് തന്നെ അവതരിപ്പിക്കുക എന്നുള്ളത്. ഇറ്റ്സ് ഗ്രേറ്റ് പോയിന്റ്സ്. താങ്ക് യു സബീർ സാർ. ഓക്കെ, ഇനി ആരാണ്? വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടോ ഓക്കെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് പതുക്കെ വൈൻഡപ്പിലേക്ക് പോകാം.
അപ്പൊ നമ്മളുടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ 17ാമത്തെ ബാച്ച് നാളെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വീക്കിലി 3 ക്ലാസ് ആണ് നമുക്ക് ഉണ്ടാവുക. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് 17th ബാച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. 2 month ഡ്യൂറേഷൻ, അതേപോലെ തന്നെ 20 ലൈവ് സെഷൻസ്, പിന്നെ നമ്മളൊരു 10 റെക്കോർഡഡ് സെഷൻസ് തരും, 5 ടെക്നിക്കൽ സെഷൻസ്, അതായത് ഒരെണ്ണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ക്ലാസ്, പോസ്റ്റർ മേക്കിന്റെ ഒരു ക്ലാസ്, അതേപോലെ തന്നെ PPTയുടെ ഒരു ക്ലാസ്, അതേപോലെ തന്നെ വാട്സപ്പ് ക്ലാസ്സിന്റെ ഒരു മോഡൽ, അതേപോലെ തന്നെ സൂം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ക്ലാസ്. അങ്ങനെ 5 ടെക്നിക്കൽ സെഷൻസും പിന്നെ ഒരു 5 ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ വിത്ത് PPT ആയിരിക്കും നമ്മൾ തരിക. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ 2 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള വീക്കിലി ഒരു ട്രെയിനേഴ്സ് ക്ലബ്ബ് മെന്ററിങ് ഉണ്ടാകും. എല്ലാ ബുധനാഴ്ചയും 7:30 മുതൽ 8:30 വരെയാണ് അതിന്റെ സമയം. അങ്ങനെ അതിനൊരു സമയം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാലാണ് നമ്മൾ അതിലേക്ക് എത്തുക. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 16 ബാച്ചുകളിലായിട്ട് 150+ ട്രെയിനേഴ്സ് നമുക്ക് ഉണ്ട് 16 ബാച്ചുകളിലായിട്ട്. സോ എനിവൺ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഇന്നത്തെ ഈ സെഷനുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഫീ എത്ര സാറേ? നമ്മളതിന് 2 മാസത്തേക്ക് നമ്മൾ 3000 രൂപയാണ് അതിന് ഫീ വരുന്നത്. അത് നമുക്ക് ഓരോ മാസവും അടയ്ക്കാം. ഓരോ മാസമായിട്ട് അടച്ചാലും മതി. 3 ഗഡുക്കളായിട്ട് അടച്ചാലും മതി അല്ലേ സാറേ? 2 or 3 ആയിട്ട് നിങ്ങൾ അടയ്ക്കുക. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എനിക്കൊരു സംശയം, ഞാൻ കേൾക്കുന്നുണ്ടോ സാറേ? ടോണി. ടോണി സാർ. കേൾക്കുന്നുണ്ട് സാർ. സാറേ സമയം 7:30 നമ്മൾ ടൈം? സമയം 8:30 to 9:30 ആണ് സാർ, ഇന്ത്യൻ സമയം. ഇന്ത്യൻ സമയം 8:30 to 9:30. സൗദി സമയം 6 മണി വരും സാർ. 6 to 7 വരും. സമയം നമ്മൾ ഒരു പിന്നെ വേറൊരു ബാച്ച് നമ്മൾ ഗൾഫിലുള്ള ആളുകൾക്ക് മാത്രം ഒരു ബാച്ചിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് അംഗങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും സാർ. 10 to 11 നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ത്യൻ സമയം. അത് ഇപ്പൊ കുറച്ച് ആളുകൾ എൻക്വയറി ചെയ്ത് വെച്ചിട്ടുണ്ട്. വിൽ സ്റ്റാർട്ട് സൂൺ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഒത്തിരി ആളുകൾ ഇങ്ങനെ എൻക്വയറി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചു, നോക്കാം. ഓക്കെ, താങ്ക് യു സാർ. നമസ്കാരം. നമസ്കാരം സാർ. ഫൈസൽ സാർ, ഞാൻ നൗഫൽ നരിപ്പറമ്പ്. ഓക്കെ സാർ. ഷെഫീഖിന്റെ സുഹൃത്താണ് ഇവിടെ ബാച്ചിലുണ്ടായിരുന്നത്. ഷെഫീഖാണ് എന്നെ സജസ്റ്റ് ചെയ്ത് തന്നത്. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ സാറിന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ താല്പര്യമുണ്ട്. ഞാൻ കൂടുതലായിട്ട് കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ ഷെഫീഖിനോട് ചോദിച്ചാൽ മതിയല്ലോ അല്ലേ? മതി. ഓക്കെ. സാർ എവിടെയാണ്? ദുബായ് തന്നെയാണോ? ദുബൈയിലാണത്. ഷെഫീഖിന്റെ അടുത്താണ്. ആണല്ലേ? ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന ആളാണ്. 13 വർഷം ദുബായിലുണ്ടായിരുന്നു. എവിടെ? ദേര നൈഫില്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട്, നൈഫിൽ തന്നെ. എനിക്കറിയാം ഷെഫീഖ് സാർ. എനിക്ക് കറക്റ്റ്. ഞാൻ അൽഫുദ്ദീൻ പള്ളിയിലൊക്കെ ഭാഗത്ത് ഉണ്ടായിരുന്ന കുറെ നാൾ. ശരി. ഞാൻ നൈഫ് പോലീസ് സ്റ്റേഷന്റെ അടുത്താ. ഓക്കെ. സാറ് തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂർ ഞാൻ കയ്പമംഗലം ചന്ദ്രാപിന്നിയാണ് സാർ. തൃപ്രയാറൊക്കെ കേട്ടിട്ടുണ്ടോ? ഭാഗത്ത്. ഓക്കെ, ശരി. എങ്ങോട്ടാ? തിരൂര് ഭാഗത്തോട്ട്, പൊന്നാനിയിൽ നിന്ന് തിരൂര് റോഡ് പോകുന്നുണ്ട്. കുറ്റിപ്പുറം ആ ഭാഗത്ത്, നരിപ്പുറം. ഗ്രേറ്റ്. ഓക്കെ, ശരി. സന്തോഷം. ഫൈസൽ സാറേ, വളരെ അനില മാവേലിക്കര. അനിൽ സാറേ, പേര് പറയണ്ട നമ്മള്. സാറേ, വളരെ നന്നായിരുന്നു സാറ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ട്രെയിനറുടെ എല്ലാം പോയിരുന്നു. വളരെ നന്നായിരുന്നു. പിന്നെ തന്നെയല്ല, സാർ പറഞ്ഞ കാര്യങ്ങൾ, ഒരു ട്രെയിനർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഓൾറൗണ്ട് എല്ലാ ഭാഗവും കവർ ചെയ്തു. താങ്ക് യു വെരി മച്ച്. തന്നെയല്ല, യു ആർ എ പേഴ്സണൽ എക്സാമ്പിൾ ഫോർ ട്രെയിനേഴ്സ്. അതാണ് സാറ് ഏറ്റവും നല്ലത്. അത് സാറ് കാണിക്കുന്നുണ്ട്, സിൻസിയർ ട്രെയിനർ എന്നുള്ള ഒരു ഇത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു അനിൽ സാർ. സന്തോഷം. നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും വളരെ താല്പര്യത്തോടുകൂടി വന്ന് ഫുള്ളായിട്ട് കേട്ട് ഒരു ഫീഡ്ബാക്ക് ഒക്കെ തരുന്ന സാറാണ് അനിൽ സാർ. ഭയങ്കര സന്തോഷം സാർ. അല്ല, സാറിന്റെ ഫീഡ്ബാക്ക് ഞാനൊരു ട്രെയിനറാണ്.
പക്ഷെ ഞാൻ എന്റെ 2-3 ഫ്രണ്ട്സ് ട്രെയിനർമാർക്ക് സാറിന്റെ ഫീഡ്ബാക്ക് വീഡിയോ അയച്ചു കൊടുത്തു. അവര് ഭയങ്കര ഇതാണ് പറഞ്ഞത്, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗ്രേറ്റ്. എനിവൺ എൽസ്? ആർക്കെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഫൈസൽ സാർ, മാം പറയൂ. ഷീല മാം. നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഒരു ശകലം എന്താണ് ശാരീരിക സ്ഥിതിയൊക്കെ ശകലം കുഴപ്പത്തില്ല, അതുകൊണ്ടാണ് പങ്കെടുക്കാത്തത്. ചേർന്നോന്നു താമസിക്കാതെ ചേരും. ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും നല്ല പെട്ടെന്ന് ക്ലാസ് ആയിരുന്നു സാറേ. പെട്ടെന്ന് തന്നെ മാറി നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ പറ്റട്ടെ. ആയിക്കോട്ടെ, താങ്ക് യു സാർ. ഒത്തിരി ഉപകാരമായി. ഓക്കെ, താങ്ക് യു എവരിവൺ. സോ നിങ്ങളുടെ 1 മണിക്കൂറിൽ കൂടുതലുള്ള ഒരു സമയമാണ് ഞാൻ എടുത്തത്. അപ്പൊ ആ 1 മണിക്കൂർ സമയം ഒരിക്കലും നഷ്ടമായിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും വിധത്തിൽ ഒരു പരിവർത്തനത്തിന് വിധേയമാകുന്ന സംഭാഷണങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുത്ത് തന്നെ ട്രെയിനർ ആവണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എവിടെയും ഏത് ആളെയും അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് ട്രെയിനർ ആവാം. ബട്ട് ഒരു ട്രെയിനർ എന്നുള്ളത് ശരിക്കും നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് നമ്മളൊരു ട്രെയിനിങ് കരിയർ ആക്കി എടുക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തിൽ മാത്രമല്ല, മറിച്ച് അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെയും കമ്മ്യൂണിക്കേഷന്റെയും ഒക്കെ ഭാഗമായിട്ട് നമ്മളെ നമ്മളെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സാധനമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എവിടെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ട്രെയിനർ ആകുന്ന വിധത്തിലേക്ക്, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യത്വമുള്ള, ധാർമ്മികതയുള്ള, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ട്രെയിനർ ആയിട്ട് മാറണം. അപ്പോഴാണ് നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ, അല്ലെ? അഗ്രസീവ്നെസ് പഠിപ്പിക്കുന്ന ഒരു ട്രെയിനർ ആയിട്ട് കാര്യമില്ല, അല്ലെ? അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ അങ്ങനെ ഒരു പരിവർത്തനം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. അപ്പൊ ആ രീതിയിൽ പരിവർത്തനം ഉണ്ടാകുന്ന ആളുകളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും. ചന്ദ്രൻ സാറ് എന്തെങ്കിലും പറയുന്നുണ്ടോ? വീഡിയോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാന് ഒരു ഫീഡ്ബാക്ക് പറയുന്നുണ്ട്, കാരണം അത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടാണ്. താങ്ക് യു സാർ. അപ്പോ എന്റെ പേര് ചന്ദ്രൻ എന്നാണ്, സ്വദേശം തൃശ്ശൂരാണ്. ഞാൻ സാറിന്റെ 16ാമത്തെ ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാച്ചാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ട്രെയിനറെ ഇഷ്ടപ്പെടാതെ ഒരിക്കലും ട്രെയിനിങ് ഇഷ്ടപ്പെടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ ട്രെയിനിങ്ങിൽ വരാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഫൈസൽ സാറിന്റെ ഒരു സംഭാഷണത്തിലുള്ള ഒരു വ്യത്യസ്തത കൊണ്ട് തന്നെയാണ്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്കൊരു കാര്യം, മാതൃകയാണ് ഏറ്റവും നല്ല പ്രേരണ എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രേരണ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരാളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും ആയിട്ടുള്ള ഒരാളാണ് ഫൈസൽ സാർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കുറെ PPT പറഞ്ഞ് അതല്ലെങ്കിൽ കുറെ നമ്മൾ എഴുതിയെടുത്തിട്ട് പോയിട്ടല്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു 30-40 ഗ്രാമുള്ള ഒരു ചെറിയ ഇരുമ്പ് കഷ്ണം നമ്മൾ തോക്കിലിട്ട് എങ്ങനെയാണ് ഒരാളെ നമുക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റും, അല്ലെ? അപ്പൊ അതങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആണ് അവിടെ നടക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മളത് മേക്ക് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള പവർ ഏറ്റവും മാക്സിമം പൊട്ടൻഷ്യലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോളോ. കാരണം നമ്മളൊരു തുരുമ്പ് പിടിക്കുന്നപ്പോ ഇരുമ്പ് മോശമാകുക കാരണം കൊണ്ടല്ല, അത് ഇത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ്, അല്ലെ? നമ്മുടെ ഉള്ള അറിവുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് അപ്ഡേഷൻസ് വരുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രെയിനിങ്, ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈ വിംബിൾ അക്കാദമിയുടെ കീഴിൽ നമുക്ക് പരിശീലിക്കാനും നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരം കൂടി ഒരു പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുന്നത് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുകയാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് വേയും ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റ് ആണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ ഒരുപാട് പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഒരുപാട് പൈസ എന്റെ പോയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഏറ്റവും നമുക്ക് സ്വീകാരനായിട്ടുള്ള, ഏറ്റവും നമ്മുടെ ഫ്രണ്ട് പോലെ, നമ്മുടെ ഒരു വീട്ടിലൊരാൾ പോലെ നമുക്ക് എന്ത് പറയാനും ഒക്കെ, സൗഹൃദങ്ങൾ സ്ഥാപിക്കാനൊക്കെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഫൈസൽ സാർ. അപ്പൊ ഇത്രയും നല്ലൊരു സെക്ഷനിൽ എല്ലാവരും പങ്കെടുക്കാനുള്ള ഒരു ഒപ്പീനിയൻ ആണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഫീഡ്ബാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഡ്രൈവിംഗിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാണ്ടിരുന്നത്, പറ്റിയിട്ടുള്ളത്. താങ്ക് യു സാർ. താങ്ക് യു ചന്ദ്രൻ സാർ. വളരെ സന്തോഷം. ചന്ദ്രൻ സാർ 16ാമത്തെ ബാച്ചിലെ ഒരു അംഗമാണ്. എന്തായാലും ആ വാക്കുകൾക്ക് സന്തോഷം അറിയിക്കുകയാണ്.
അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എല്ലാവരും കേട്ടതിലും അറിഞ്ഞതിലും ഒക്കെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അത് പുതിയ ആളുകളെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. കാരണം നമ്മൾ അറിയാത്ത കുറച്ച് ആളുകൾ ഇതിലുണ്ടായിരുന്നു. അപ്പൊ അവരായിട്ട് ഒരു കണക്ഷൻ എനിക്ക് രൂപപ്പെടുത്താൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം കൂടുതൽ കണക്ഷനുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം കുറെ കൂടി ഏറ്റവും മനോഹരമാകും. അപ്പോൾ കൂടുതൽ കണക്ഷനുകൾ ഉണ്ടാക്കാനും എൻ്റെ നോളജിനെ കുറച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാനും ഒക്കെ പറ്റി എന്നുള്ളത് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഏറ്റവും മനോഹാരിതയായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും പങ്കെടുത്തതിലുള്ള അതിയായ സ്നേഹവും സന്തോഷവും നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ഒരു സെഷൻ മനോഹരമായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.